യേശുക്രിസ്തു എന്ന വ്യക്തിപ്രഭാവത്തെ ഉയർത്തിക്കാണിക്കുക എന്നതാണ് ഇന്ന് രാത്രി ഞാനും ആഗ്രഹിക്കുന്നത്. യേശുക്രിസ്തു എന്ന് പറയുമ്പോൾ യേശുവിന്റെ ജനനം കൊണ്ടാടുന്ന ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ടവർ പലപ്പോഴും അതിനെക്കുറിച്ച് പറയുമ്പോൾ ഒരു പക്ഷേങ്കിൽ മറ്റുള്ളവർ എത്രമാത്രം അത് ഗ്രഹിക്കുന്നുവെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ചില കാര്യം ആരംഭത്തിൽ ഒന്ന് ഓർപ്പിക്കാം. ഈ ലോകം ദൈവത്തിന്റെ സൃഷ്ടിയാണ്. സർവ്വതും സൃഷ്ടിച്ചവൻ ദൈവമാണ്. ദൈവമെന്ന് ഒരുവൻ അവകാശപ്പെടുവാൻ കഴിയണമെങ്കിൽ, ദൈവമേ എന്ന് ഒരുവന് വിളിക്കുവാൻ കഴിയണമെങ്കിൽ ആ ദൈവത്തിൽ ഉണ്ടായിരിക്കേണ്ട ചില യോഗ്യതകൾ ഉണ്ട്. അതിൽ ഒന്നാമത്തെ യോഗ്യത, ദൈവം സൃഷ്ടിക്കപ്പെട്ടവൻ ആകരുത്. ദൈവത്തെ ആരും സൃഷ്ടിക്കുവാൻ പാടില്ല. സർവ സൃഷ്ടിക്കും മുൻപേ ഉള്ളവൻ ആയിരിക്കണം ദൈവം. ദൈവം സർവ സൃഷ്ടിക്കും സർവ്വതിനും മുൻപേ ഉള്ളവൻ, ഉണ്ടാകപ്പെട്ടവനല്ല, ഉള്ളവൻ, സ്വയംഭൂ, സർവത്തിലും മുൻപേ ഉള്ളവൻ. രണ്ട്, ദൈവം സർവശക്തനായിരിക്കണം. ലോകത്തിൽ ശക്തന്മാർ പലരുണ്ട്, എന്നാൽ ദൈവം ശക്തനായാൽ പോരാ, സർവശക്തനാകണം. ദൈവത്തിന്റെ ശക്തിക്കപ്പുറമായി മറ്റൊരു ശക്തി ഉണ്ടാകാൻ പാടില്ല. മൂന്ന്, ദൈവം സർവജ്ഞാനി ആയിരിക്കണം. സർവജ്ഞാനി എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ ലോകക്കണക്കനുസരിച്ച് ഇപ്പോൾ ഏകദേശം 197 രാജ്യങ്ങൾ ഉണ്ടെന്ന് സീലാൻഡ് എന്ന് പറയുന്ന ഒരു കൊച്ചു ഭാഗം കടലിന്റെ അകത്ത് ചില തൂണുകളിൽ നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് സീലാൻഡ്. ഈ ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യമാണ് സീലാൻഡ്. അവിടെ ഏറ്റവും കൂടിയാൽ ഒരു 300 പേർക്ക് മാത്രമേ വന്നു നിൽക്കുവാൻ കഴിയത്തുള്ളൂ. ഐക്യരാഷ്ട്ര സംഘടന ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യമായി കണ്ടിരിക്കുന്ന സീലാൻഡിനെയാണ്. ആ സീലാൻഡ് സഹിതമുള്ള ലോകത്തിലെ 197 രാജ്യങ്ങളിൽ എത്രയോ ഭാഷകൾ സംസാരിക്കുന്നവർ, എത്രയോ ഭാഷകൾ കൈകാര്യം ചെയ്യുന്നവർ, ഈ ഭാഷകൾ മുഴുവൻ അറിയാവുന്ന ഒരൊറ്റ മനുഷ്യൻ ഈ ലോകത്തിൽ ഇന്നു വരെയില്ല. നമ്മുടെ രാജ്യമായ ഇന്ത്യ രാജ്യത്തിൽ അനവധി സംസ്ഥാനങ്ങളിൽ ഒരു സംസ്ഥാനമായ കേരള സംസ്ഥാനത്തിൽ അനവധി ജില്ലകളുണ്ടല്ലോ. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകൾക്കകത്തു തന്നെ വ്യത്യസ്തമായ ഭാഷകളുണ്ട്. മലയാള ഭാഷകളുണ്ട്, ട്രിവാൻഡ്രത്തെ ഭാഷയല്ല, എറണാകുളത്തെ സംസാര ശൈലി, അതല്ല തൃശ്ശൂരെ ശൈലി, അതല്ല കാസർഗോഡ് ശൈലി. നമ്മുടെ മലയാളക്കരയുടെ ഭാഷകൾ പോലും മലയാളികളായ മനുഷ്യർക്ക് പരസ്പരം അറിയാത്തവരുണ്ട്. അതുപോലെ തന്നെ എത്രയോ ഭാഷകൾ, ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, ഉറുദു, അറബിക്, സിറിയക്ക്, ലോകത്തിൽ എത്രയോ ഭാഷകൾ. ഈ ഭാഷകൾ മുഴുവനും പലവിധത്തിൽപ്പെട്ട മനുഷ്യൻ ഉപയോഗിക്കുന്നുണ്ട്. അവരുടെ ഭാഷകളിൽ അവർ ദൈവത്തെ വിളിക്കുന്നുണ്ട്. അപ്പൊ ആ വിളിക്കുന്ന വിളി തിരിച്ചറിയാൻ കഴിയുന്ന ഒരു ജ്ഞാനിയായിരിക്കണം ദൈവം. മലയാളം മാത്രം അറിയാവുന്ന ദൈവത്തെ സർവസൃഷ്ടാവായ ദൈവം എന്ന് പറയാൻ പറ്റില്ല. 5, 6, 7, 8, 10, 20 ഓരോ ഭാഷ അറിയാവുന്ന ഒരുവൻ ദൈവമല്ല. ലോകത്തിലെ മുഴുവൻ ഭാഷയും
അനായാസം കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു സർവജ്ഞാനി ഉണ്ടെങ്കിൽ ആ വ്യക്തിപ്രഭയാണ് ദൈവം. അത് മാത്രമാണോ? സംസാര ഭാഷ കൂടാതെ ആംഗ്യഭാഷയുണ്ട്, ചിന്താഭാഷയുണ്ട്, സ്പർശന ഭാഷയുണ്ട്, നിരൂപണ ഭാഷയുണ്ട്. ഇതൊക്കെയും തിരിച്ചറിയാവുന്നവനായിരിക്കണം ദൈവം. എന്റെ മുൻപിൽ ആയിരിക്കുന്ന, എന്നോട് കൂടെ സ്റ്റേജിൽ ആയിരിക്കുന്ന വാത്സല്യമുള്ളവരിൽ പലർക്കും അറിയാം, ഈ ലോകത്തിൽ വളർച്ചകൾ, ഈ ശാസ്ത്രം ഉന്നതിയിലെത്തിയിട്ടുണ്ട്. ഉന്നതമായ ശാസ്ത്രീയ വളർച്ച ലോകത്തിൽ സ്ഥാപിതമായിട്ടുണ്ട്. ഞാൻ ചോദിച്ചു കൊള്ളട്ടെ, ഒരു മനുഷ്യന്റെ ശരീരത്തിലെ ഉച്ചി മുതൽ ഉള്ളക്കാല് വരെ, മുടി മുതൽ ഉള്ളക്കാല് തൊലി വരെയുള്ള പുറമേയും അകമേയുമുള്ള സകല അവയവങ്ങളെയും, എന്തിനെ, നമ്മുടെ സെല്ലുകളെ പോലും കീറി മുറിച്ച് പഠിച്ച് അതിന്റെ ഗ്രാഹ്യമായ ചിന്തകൾ തരുവാൻ കഴിയുന്ന ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങൾ ഈ ലോകത്തിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്, ഈ ലോകത്തിൽ വന്നിട്ടുണ്ട്. ഒരു മനുഷ്യനെ മുഴുവൻ ഒരു മിഷനകത്ത് കയറ്റി വെച്ച് കഴിഞ്ഞാൽ നിമിഷ നേരം കൊണ്ട് മനുഷ്യന്റെ ശരീരത്തിൽ എന്തൊക്കെ രോഗമുണ്ടെന്ന് തിരിച്ചറിയാൻ കഴിയുന്ന ടെക്നോളജി ലോകത്തിൽ വികസിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ലാബുകളുണ്ട്, ലാബ് ടെക്നീഷ്യന്മാരുണ്ട്, ലാബോറട്ടറികളുണ്ട്, അതിന് വിദഗ്ധമായ പരിശീലനം കിട്ടിയവരുണ്ട്. ഞാൻ ചോദിക്കുന്നു പ്രിയമുള്ളവരെ, ഈ ശരീരത്തിലെ മുഴുവൻ അവയവങ്ങളെയും പരിശോധിക്കുവാനും ടെസ്റ്റ് ചെയ്യുവാനും സംവിധാനമുണ്ടെങ്കിൽ, ഈ ലോകം ഇത്ര പുരോഗമനം ചെയ്യെങ്കിൽ, ചന്ദ്രനിൽ പോലും പ്രവേശിക്കുവാൻ കഴിഞ്ഞുവെങ്കിൽ, ഞാൻ ചോദിക്കുന്നു, ഇന്ത്യയോളം മനുഷ്യന്റെ കണ്ണുനീര് ടെസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു ലാബ് ടെക്നീഷ്യനോ, ഒരു ലാബറട്ടറിയോ, ഒരു ടെക്നോളജിയോ ഈ ലോകത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. മനുഷ്യന്റെ കണ്ണുനീര് ടെസ്റ്റ് ചെയ്യുന്ന ഒരു സംവിധാനം ലോകത്തിലില്ല. എന്നാൽ വിശുദ്ധ ബൈബിളിലേക്ക് വരുമ്പോൾ ഞാൻ ഉച്ചരിക്കുന്ന ദൈവം, സർവജ്ഞാനിയായ ദൈവം, തിരുവെഴുത്തിൽ കുടിയേൽപ്പിക്കുന്ന വാക്യങ്ങളെയാണ്, നിന്റെ കണ്ണുനീരിനെ ദൈവം തുരുത്തിയിൽ വാങ്ങി വെക്കുന്നു. നിന്റെ കണ്ണുനീരിനെ വില അറിയാവുന്ന, നിന്റെ കണ്ണുനീരിന്റെ അവസ്ഥ അറിയാവുന്ന ഒരു സർവജ്ഞാനി ഉണ്ടെങ്കിൽ ആ സർവജ്ഞാനിയാണ് ദൈവമെന്ന് വിളിക്കേണ്ടത്. മാത്രമാണ് അല്ല, ഈ ലോകത്തിൽ എവിടെയിരുന്നു കൊണ്ടും ദൈവമെന്ന് വിളിച്ചാൽ ഒരു മടിയും കൂടാതെ സംബന്ധിക്കുന്ന ആ വ്യക്തിയുടെ അരികിലേക്ക് എത്തി അവന് വിഷയം ഏറ്റെടുക്കുവാൻ കഴിയുന്ന ഒരു സർവവ്യാപി ഉണ്ടെങ്കിൽ ആ സർവവ്യാപിയുടെ പേരാണ് ദൈവം. അപ്പോൾ സർവത്തിനു മുൻപേ ഉണ്ടായ സർവശക്തനായ, സർവജ്ഞാനിയായ, സർവവ്യാപിയായ, സർവേശ്വരനായ ദൈവം, ആ ദൈവം സൃഷ്ടിച്ച സൃഷ്ടികളിൽ ഏറ്റവും മകുടമായ സൃഷ്ടി മനുഷ്യന. ഈ ലോകത്തിൽ കാണുന്ന സർവ്വതും ദൈവത്തിന്റെ സൃഷ്ടിയാണ്. അണ്ടകലാകം ദൈവത്തിന്റെ സൃഷ്ടിയാണ്. സർവചരാചരവും ദൈവത്തിന്റെ സൃഷ്ടിയാണ്. സർവ സൃഷ്ടിക്കും ഏറ്റവും ആരോഗ്യത കൊടുത്തുകൊണ്ട് സൃഷ്ടിച്ചുവെങ്കിൽ ആ സൃഷ്ടികളിൽ ഏറ്റവും മകുടമായ സൃഷ്ടി മനുഷ്യന്. വിശുദ്ധ ബൈബിളിലേക്ക് വരുമ്പോൾ സൃഷ്ടികൾ മുഴുവൻ ദൈവം നടത്തിയത് ഉണ്ടാകട്ടെ ഉച്ചരിച്ചുണ്ടാക്കിയത്. ഉണ്ടാകട്ടെ ഉച്ചരിച്ചപ്പോൾ ആകാശമുണ്ടായി, ഉണ്ടാകട്ടെ ഉച്ചരിച്ചപ്പോൾ ഭൂമിയുണ്ടായി, ഉണ്ടാകട്ടെ ഉച്ചരിച്ചപ്പോൾ ആഴിയുണ്ടായി. ആകാശത്തിൽ 5 തട്ടുകളുണ്ടായി, ഭൂമിയിൽ 3 തട്ടുകളുണ്ടായി, കടലിൽ 3 തട്ടുകളുണ്ടായി, സൂര്യനകത്ത് 3 തട്ടുകളുണ്ടായി. സർവചരാചരത്തിലും സൃഷ്ടാവായ ദൈവം ഉണ്ടാകട്ടെ ഉച്ചരിച്ച് സർവ്വതമുണ്ടാക്കി. എന്നാൽ മനുഷ്യനെയോ ഉണ്ടാകട്ടെ എന്ന വാക്കുകൊണ്ടുണ്ടാക്കാതെ ഈ ഭൂമിയിൽ ദൈവം നിർമ്മിച്ച, തന്റെ കൈകൊണ്ട് മെനഞ്ഞ ഒരു സൃഷ്ടിയുണ്ടെങ്കിൽ അത് മനുഷ്യൻ മാത്രമാണ്. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് 7 ഘടകങ്ങൾ കൊണ്ട്. 7 ഘടകങ്ങളിൽ ഒരു ഘടകം ഭൂമിയിൽ നിന്ന് ദൈവമെടുത്തു. ഭൂമിയിൽ നിന്ന് ദൈവമെടുത്ത ഘടകത്തിന്റെ പേര്
നിലത്തിലെ പൊടിയെടുത്ത് ശരീരത്തെ ഉണ്ടാക്കിയ അനന്തരം ആ ശരീരത്തിലേക്ക് ദൈവം സ്വർഗത്തിലെ ശക്തികളായ 6 ഘടകത്തെ ചേർത്ത് വെച്ചു. 1 ദൈവത്തിന്റെ സാദൃശ്യം, 2 ദൈവത്തിന്റെ സ്വരൂപം, 3 ദൈവത്തിന്റെ തേജസ്, 4 ദൈവത്തിന്റെ അധികാരം, 5 ദൈവത്തിന്റെ അതിശ്രേഷ്ഠമായ അധികാരത്തിന്റെ പ്രൗഢികൾ ഒത്തിണങ്ങുന്ന അധികാര അവസ്ഥ, 6 ഈ ഭൂമിയിലേക്ക് സൃഷ്ടിച്ച മനുഷ്യനിൽ ദൈവത്തിന്റെ ആത്മാവിനെ കൊടുക്കുന്നു. അപ്പൊ ദൈവം 7 ഘടകച്ചാൽ ഈ ഭൂമിയിലെ മനുഷ്യനെ സൃഷ്ടിച്ചാക്കി അനന്തരം മനുഷ്യർക്ക് നിയമങ്ങളും നിയമാവലികളും വ്യവസ്ഥകളും കൊടുത്തു. അവന് കൂട്ടായി ഭാര്യയെ കൊടുത്തു. ആ ഭൂമിയിൽ മനുഷ്യൻ പാർക്കുവാൻ ദൈവം നിശ്ചയിച്ചു. അവർക്ക് വേണ്ട അവകാശങ്ങൾ കൊടുത്തു. എന്നാൽ ദൈവത്തിന് വലിയ മനുഷ്യൻ ലംഘിച്ചുകൊണ്ട് മനുഷ്യൻ അകന്നു മാറിയ അകൽച്ചയ്ക്ക് വിശുദ്ധ ബൈബിൾ പറഞ്ഞ പേര് പാപം. ദൈവത്തിൽ നിന്നുള്ള അകൽച്ച. മൂലഭാഷയിൽ അതിന് പുറത്തേക്കുന്ന പ്രയോഗം എങ്ങനെയാ? അതിശക്തമായി പറയുന്ന വാക്ക് പാപം അഥവാ ലക്ഷ്യം പിഴക്കുക. ലക്ഷ്യം പിഴക്കുക. ദൈവത്തിൽ നിന്ന് ലക്ഷ്യം പിഴച്ചു മനുഷ്യൻ അകന്നുപോയ ആ മനുഷ്യന്റെ അകൽച്ചയ്ക്ക് കൊടുത്ത പേര് പാപം. പാപത്തിൽ വീഴപ്പെട്ട മനുഷ്യനെ പാപത്തിൽ മുന്നിരിക്കുവാൻ ദൈവമായവൻ ആഗ്രഹിച്ചു. പാപത്തിൽ വീഴപ്പെട്ട മനുഷ്യൻ പാപത്തിൽ വീണുപോകാതിരിക്കേണ്ടതിന് പാപത്തിൽ നിന്ന് മനുഷ്യനെ ഉദ്ധരിക്കുവാൻ ദൈവം ആഗ്രഹിച്ചു. അതുകൊണ്ട് ഓർക്കണം, പാപിയായ മനുഷ്യനെ പാപത്തിൽ മുന്നിരിക്കുവാൻ ആഗ്രഹിച്ച ദൈവം പാടിലേക്ക് നോക്കി. മനുഷ്യനെ പാപത്തിൽ മുന്നിരിക്കുവാൻ എന്താണ് മാർഗമെന്ന് നോക്കിയപ്പോൾ പാപിയായ മനുഷ്യന്റെ പാപത്തിൽ നിന്ന് മോചിക്കപ്പെടുവാൻ സാധ്യമാകണമെങ്കിൽ പാപമില്ലാത്ത ഒരുവൻ പാപിക്ക് പകരമായി പ്രായശ്ചിത്തയാഗമാകണം. ശ്രദ്ധിക്കണമേ, ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ ദൈവത്തിൽ അകന്നുപോയപ്പോൾ, പാപം മനുഷ്യരിൽ പ്രവേശിച്ചപ്പോൾ, പാപത്തിൽ അകന്നുപോയ മനുഷ്യൻ ദൈവത്തിൽ അകന്നു മാറിയപ്പോൾ ദൈവം സൃഷ്ടിയിൽ കൊടുത്ത 7 ഘടകത്തിൽ നിന്ന് 5 ഘടകം അവർക്ക് നഷ്ടമായി. 1 ദൈവത്തിന്റെ സാദൃശ്യം നഷ്ടമായി, ദൈവസ്വരൂപം നഷ്ടമായി, ദൈവ തേജസ് മനുഷ്യർക്ക് നഷ്ടമായി, ദൈവത്തിന്റെ അധികാരം മനുഷ്യരിൽ നഷ്ടമായി, ദൈവത്തിന്റെ ബഹുമാനം മനുഷ്യരിൽ നഷ്ടമായി. ശേഷിച്ചത് 2 ഘടകമായി മാറി. 1 ദൈവം കൊടുത്ത ആത്മാവ്, 2 നിലത്തിലെ പൊടിയിലൊടിച്ച ശരീരം. ഈ ശരീരത്തിലും ദൈവം കൊടുത്ത ആത്മാവിലും മനുഷ്യൻ പാർക്കുമ്പോൾ ദൈവം നിശ്ചയിച്ചു, നഷ്ടപ്പെട്ടു പോയ മനുഷ്യനെ, പാപത്തിൽ വീഴപ്പെട്ട മനുഷ്യനെ പാപത്തിൽ ഉദ്ധരിച്ചുകൊണ്ട് നഷ്ടപ്പെട്ടു പോയ യോഗ്യതകൾ മടക്കി കൊടുക്കണം. ആ മടക്കി കൊടുക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ദൈവം പാടിലേക്ക് നോക്കി. പാപിയായ മനുഷ്യനെ പാപത്തിൽ ഉദ്ധരിക്കുവാൻ എന്തുണ്ട് വഴി? ദൈവം നോക്കി. ഒറ്റ വഴിയേ ഉള്ളൂ. പാപിയുടെ പാപത്തെ മോചിപ്പിക്കുവാൻ പാപമില്ലാത്ത ഒരുവൻ പാപിക്ക് വേണ്ടി പരമയാഗമാകണം. ശ്രദ്ധിക്കണമേ, മനുഷ്യന്റെ വീണ്ടെടുപ്പാണ് ദൈവം ആഗ്രഹിച്ചത്. പാപത്തിൽ വീഴപ്പെട്ടത് മനുഷ്യനാണ്. അതുകൊണ്ട് മനുഷ്യനെ പാപത്തിൽ ഉദ്ധരിക്കണമെങ്കിൽ ഒരു മൃഗത്തിന് സാക്ഷ്യമല്ല. ഒന്നുകൂടി പറയാം, എന്നോട് ചിലർ ചോദിച്ചിട്ടുണ്ട്, പ്രിയ സാറേ, ഈ ലോകത്തിൽ ദൈവത്തിന് പാപിയായ മനുഷ്യനെ മോചിപ്പിക്കുവാൻ ദൈവം ഈ ലോകത്തിൽ ഒരു മൃഗമായിട്ട് വന്നാൽ പോരായിരുന്നോ? ഒരു ഇടജാതിയായിട്ട് വന്നാൽ പോരായിരുന്നോ? ഒരു പറവയായിട്ട് വന്നാൽ പോരായിരുന്നോ? ഞാൻ പറയും പോരാ. കാരണം മൃഗത്തെ വീണ്ടെടുക്കുവാനായിരുന്നുവെങ്കിൽ ദൈവം മൃഗമായി വന്നേനെ. ഇടജാതിയെ വീണ്ടെടുക്കുവാനായിരുന്നുവെങ്കിൽ ദൈവം ഇടജാതിയായി വന്നേനെ. പറവയെ വീണ്ടെടുക്കുവാനായിരുന്നുവെങ്കിൽ ദൈവം പറവയായി വന്നേനെ. ദൈവം വീണ്ടെടുക്കുവാൻ ആഗ്രഹിച്ചത് മൃഗങ്ങളെയല്ല, പറവകളെയല്ല, ഇടജാതികളെയല്ല, പകരം മനുഷ്യനെയാ. മനുഷ്യനെയായതുകൊണ്ട് ദൈവം മൃഗമായി വന്നാൽ പറ്റില്ല.
മനുഷ്യരായതുകൊണ്ട് ദൈവം ഇടജാതിയായി വന്നാൽ പറ്റില്ല. മനുഷ്യരായതുകൊണ്ട് ദൈവം പറവയായി വന്നാൽ പറ്റില്ല. പകരം മനുഷ്യനായി വരണം. അതുകൊണ്ട് ദൈവം മനുഷ്യനായി അവതരിച്ച് ഞങ്ങൾ ഉയർത്തിക്കാണിക്കുന്നു യേശു ക്രിസ്തു. അപ്പൊ മനുഷ്യന്റെ പാപത്തിൽ നിന്ന് മനുഷ്യനെ വീണ്ടെടുക്കുവാൻ, പാപത്തിൽ ഉദ്ധരിക്കുവാൻ പാരിലേക്ക് മനുഷ്യനായി അവതരിച്ച അവതാരമാണ് സാക്ഷാൽ ദൈവം മനുഷ്യനായി മാറിയ യേശു ക്രിസ്തു. ആ യേശുവിന്റെ ജനനമാണ് ഈ ലോകത്തിൽ ക്രിസ്തുമസായി മനുഷ്യൻ കൊണ്ടാടുന്നത്. ശ്രദ്ധിക്കുക, യേശു ജനിച്ചത് മനുഷ്യനായിട്ട, പക്ഷേ യേശു മനുഷ്യൻ മാത്രമല്ല, ദൈവം ആയിരുന്നവൻ, ദൈവം മനുഷ്യനായി വന്നവൻ, ദൈവം വേഷത്തിൽ മനുഷ്യനായി അവതരിച്ചവൻ. ഈ അവതരിച്ച യേശു 33.5 വർഷക്കാലം മനുഷ്യരോട് കൂടെ മനുഷ്യനായി മനുഷ്യർക്കിടയിൽ ഈ ഭൂമിയിൽ പാർത്തു. ആ പാർത്ത യേശു മനുഷ്യകുലത്തിന്റെ മുഴുവൻ പാപത്തെയും സ്വയമേറ്റെടുത്തുകൊണ്ട് കാൽവരി കൊലക്കളത്തിൽ മനുഷ്യർക്ക് പകരമായി പ്രായശ്ചിത്തയാഗമായി. ഒരു വാക്കുകൂടി പറയാം, യേശുവിന്റെ മരണം കൊലപാതകമല്ല, ആത്മകക്ഷിയല്ല, ആരും അടിച്ചു കൊന്നതല്ല, രക്തസാക്ഷിത്വം വഹിച്ചതുമല്ല. യേശുവിന്റെ മരണത്തെ തിരുവെടിച്ചിലേൽപ്പിക്കുന്ന വാക്യങ്ങളിയ പാപ പരിഹാരയാഗം, പ്രായശ്ചിത്തയാഗം. പകരമായി മരിച്ചത്, എനിക്ക് പകരമായി, നിങ്ങൾക്ക് പകരമായി, അണ്ടകടാകത്തിലെ സകല മാനവകുലത്തിനും പകരമായി ജനിച്ചു മരിച്ചു മാറപ്പെട്ടവർക്കും ഇന്ന് ജീവിക്കുന്നവർക്കും ഇനി ജനിക്കാൻ പോകുന്നവരുമായ സകല മനുഷ്യർക്കും പകരമായി പരമയാഗമാകാൻ പ്രാരിലേക്ക് അവതരിച്ച ഒരു ദൈവമാണ് യേശു ക്രിസ്തു. ആ യേശു ജനിച്ച് ജീവിച്ച് മരിച്ച് അടക്കപ്പെട്ടൊതുങ്ങപ്പെട്ടില്ല. എന്തുകൊണ്ട് ഞങ്ങൾ യേശുവിനെ പ്രസംഗിക്കുന്നു? എന്തുകൊണ്ട് ഞങ്ങൾ യേശുവിനെ ഉയർത്തി കാണിക്കുന്നു? എന്തുകൊണ്ട് യേശുവിനെ കുറിച്ച് നിങ്ങൾ പാടുന്നു? കാരണമുണ്ട്. ഈ ലോകത്തിൽ അനേക ഉന്നതന്മാർ ജനിച്ചിട്ടുണ്ട്, അനേക ഉന്നതന്മാർ ജീവിച്ചിട്ടുണ്ട്, അനേക രാഷ്ട്രീയ പ്രമുഖന്മാർ ഈ ലോകത്തിൽ ജീവിതം കഴിച്ചിട്ടുണ്ട്. അവരൊക്കെയും മരിച്ചു മാറപ്പെട്ടിട്ടുണ്ട്. അവരെ അടക്കപ്പെട്ട കല്ലറകൾ ഇന്ന് ഭൂമുഖത്തുണ്ട്. ആ കല്ലറകൾ ഇന്നും അടഞ്ഞു കിടക്കുമ്പോൾ, നേതാക്കന്മാർ മരിച്ചടക്കപ്പെട്ട കല്ലറകൾ ഇന്നും അടഞ്ഞു കിടക്കുമ്പോൾ, നേതാക്കന്മാർ മരിച്ചടക്കപ്പെട്ട ഭാഗങ്ങൾ ഇന്നും അടഞ്ഞു കിടക്കുമ്പോൾ, ആ കല്ലറക്കകച്ച് അവരുടെ ശരീരം ദ്രവിക്കപ്പെട്ടു മാറപ്പെട്ടപ്പോൾ, ആ കല്ലറക്കകച്ച് അവരുടെ ശരീരം മണ്ണിൽ ചേർന്ന് കിടക്കുമ്പോൾ, ഈ ലോകത്തിൽ അടയ്ക്കപ്പെടാതെ തുറന്നു കിടക്കുന്ന ഒരു കല്ലറയുണ്ടെങ്കിൽ അത് ആരുടെയെന്നറിയാമോ? അത് ഞങ്ങൾ പറയുന്ന, ഞങ്ങൾ ഉയർത്തി കാണിക്കുന്ന യേശു ക്രിസ്തുവിന്റെ കല്ലറയാ. ആ കല്ലറ ലോകത്തിന് മുൻപാകെ, ചരിത്രത്തിന് മുൻപാകെ ഇന്ന് അടഞ്ഞു കിടക്കുകയല്ല, ഇത് തുറന്നു കിടക്കുകയാ, ഇത് തുറന്നു കിടക്കുക. ആ കല്ലറ വിളിച്ചു പറയുന്നു, അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഞങ്ങൾ പ്രസംഗിക്കുന്നത് ജീവിക്കുന്ന, ജനിച്ച യേശുവിനെയല്ല, വളർന്ന യേശുവിനെയല്ല, പ്രസംഗിച്ച യേശുവിനെയല്ല, മരിച്ച യേശുവിനെയല്ല, മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന സാക്ഷാൽ ദൈവത്തെയാണ് ഞങ്ങൾ ഉയർത്തി കാണിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കും, എന്തിനായി തൊണ്ടകീറി എത്ര ഉച്ചത്തിലൊക്കെ വിളിച്ചു പോയി യേശുവിനെ കുറിച്ച് ലോകത്തോട് നിങ്ങൾ വിളിച്ചു പറയുന്നത്? ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങൾക്കത് മനസ്സിലാക്കാൻ വേണ്ടി. ഇന്ത്യക്കകത്ത് ഏറ്റവും നല്ലൊരു ബൈബിൾ തിയോളജിക്കൽ സെമിനാരി ഉള്ളത്, അനേക സെമിനാരി ഉണ്ട്. അതിലൊന്ന് ഹരിയാനയില്, ഹരിയാനയിൽ ഗ്രേസ് ബൈബിൾ സെമിനാരി ഉണ്ട്. 10,000 വ്യക്തികൾ സുവിശേഷം പഠിച്ചിറങ്ങിയ സ്ഥാപനം. ഈ ഹരിയാനയിലെ ഗ്രേസ് ബൈബിൾ കോളേജിൽ 1000 വിദ്യാർത്ഥികൾ ഗ്രാജുവേഷൻ സെറിമണിക്കിരിക്കുകയാണ്. ഗ്രാജുവേഷൻ സെറിമണിക്ക് അവർ വേഷങ്ങൾ ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ സ്ഥാപനത്തിന്റെ സ്ഥാപകനായ KV പിള്ള എന്ന് പറഞ്ഞാൽ ഒരു നായർ തറവാട്ടിൽ ജനിച്ച്
നായർ കുടുംബത്തിൽ വളർന്ന് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ യേശുവിനെ അറിയുവാൻ ഭാഗ്യം ലഭിച്ച ഒരു മനുഷ്യനാണ് കെ.വി. പിള്ള. അദ്ദേഹം പിന്നീട് പോൾ പിള്ള എന്ന പേരിൽ അറിയപ്പെട്ടു. ഈ കെ.വി. പിള്ള തന്റെ ബൈബിൾ കോളേജിന്റെ സ്റ്റുഡൻസിന്റെ ഗ്രാജുവേഷൻ സെറമണിക്ക് കൊടുത്ത ഒരു വാക്കിന് ഒരു ആശയം അഥവാ കൊടുത്ത ഒരു വിഷയമുണ്ട്. അത് കെട്ടുകഥയല്ല, പറയപ്പെട്ടത് ചുമ്മാതെ പറഞ്ഞ വാക്കല്ല, സംഭവിച്ച ഒരു കാര്യം. ഞാനിപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന IMB-യിൽ ഗ്രാജുവേഷൻ നടക്കുന്ന സമയത്ത് ആ ഗ്രാജുവേഷനിൽ അതിശക്തനായ റോജിക് തോമസ് എന്ന IMB-യുടെ കേരള ഡയറക്ടർ അത് ഇടിച്ച് ഓർപ്പിക്കുവാൻ ഇടയായി. ആ ഓർപ്പിച്ച വിഷയം മറ്റൊന്നുമല്ല, ഈ കെ.വി. പിള്ളയ്ക്ക് ഒരു അനന്തരവനുണ്ട്. അനന്തരവനായ ആ മനുഷ്യന്റെ പേര് രാഘവൻ പിള്ള എന്ന. ഈ രാഘവൻ പിള്ള താമസിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ ബാലരാമപുരം എന്ന സ്ഥലത്ത്. ബാലരാമപുരത്തുള്ള ഒരു വലിയ നായർ കുടുംബത്തിലെ ഒരു നല്ല മനുഷ്യനാണ് രാഘവൻ പിള്ള. ഈ രാഘവൻ പിള്ള ജീവിക്കുന്ന സമയം ഈ ഇന്ത്യ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരുതുന്ന കാലമാണ്. ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇന്ത്യയെ ഭരിക്കുന്ന കാലമാണ്. രാഘവൻ പിള്ള ബാലരാമപുരം എന്ന സ്ഥലത്ത് ജീവിക്കുന്നത്. അന്ന് കേരളം എന്ന ഒരു സംസ്ഥാനമില്ല. അന്ന് കേരളമല്ല, പകരം മധ്യ തിരുവിതാംകൂർ. ഈ മധ്യ തിരുവിതാംകൂർ ഭരിക്കുന്നത് സർ സി.പി.യുടെ ഭരണകൂടമാണ്. അന്ന് സർ സി.പി. മധ്യ തിരുവിതാംകൂറിന്റെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കറിയാം, കേരളത്തിൽ ഏറ്റവും ശക്തമായി പോലീസിന്റെ വാഴ്ചകൾ കാണുവാൻ കഴിഞ്ഞ ഒരു കാലമായിരുന്നു സർ സി.പി.യുടെ കാലഘട്ടം. സർ സി.പി.യുടെ ഭരണം നടക്കുമ്പോൾ അന്ന് സായിപ്പാണ് മധ്യ തിരുവിതാംകൂറിന്റെ ഗവർണർ ആയിരിക്കുന്നത്. ആ സായിപ്പ് താമസിക്കുന്നത് ഇന്നത്തെ രാജ്ഭവനായ കവടിയാർ കൊട്ടാരത്തില. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ രാഘവൻ പിള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരുതുവാൻ തുടങ്ങി. ഒരു സംഘടന രൂപീകരിച്ചു. ആ സംഘടന സ്വാതന്ത്ര്യത്തിന് വേണ്ടി ശക്തമായി പൊരുതുവാൻ തുടങ്ങി. അങ്ങനെ പൊരുതിക്കൊണ്ടിരിക്കുമ്പോൾ സർ സി.പി.ക്കും സായിപ്പിനുമെതിരായിട്ട് രാഘവൻ പിള്ളയുടെ ഗ്രൂപ്പ് ശക്തമായി പ്രത്യാഘാതം തുടങ്ങി. ഈ സമയം സർ സി.പി.യുടെ പോലീസ് രാഘവൻ പിള്ളയെ അറസ്റ്റ് ചെയ്യുവാൻ പദ്ധതിയിട്ടു. രാഘവൻ പിള്ള ഒരു സങ്കേതങ്ങൾ മാറി മാറി താമസിച്ചു. പിടികൊടുക്കാതെ തന്റെ സംഘടനകൾ വളർത്തിക്കൊണ്ടിരുന്നു. അങ്ങനെ ഒരു സങ്കേതത്തിൽ വെച്ച് ഒരു സമയം ഈ രാഘവൻ പിള്ള ഒരു സാധുവായ സ്ത്രീയെ വിവാഹം കഴിച്ചു. ആ വിവാഹത്തിൽ 2 കുഞ്ഞുങ്ങൾ ഉണ്ടായി. ഈ ഭാര്യയെയും 2 കുഞ്ഞുങ്ങളെയും ഒരു സ്ഥലത്തേക്ക് മാറ്റിയ ശേഷം നാളുകളായി ഒരു സങ്കേതങ്ങൾ മാറി മാറി രാഘവൻ പിള്ള താമസിക്കുമ്പോൾ ഒരു ദിവസം സർ സി.പി.യുടെ പോലീസ് രാഘവൻ പിള്ളയെ അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്തിട്ട് ഇന്നത്തെ പൂജപ്പുര സബ് ജയില്, അന്നത്തെ സർ സി.പി.യുടെ ജയിലറയ, അവിടെ ഈ രാഘവൻ പിള്ളയെ താമസിപ്പിച്ചു, അഥവാ ജയിലിൽ അടച്ചു. രാഘവൻ പിള്ളയ്ക്ക് കേസ് വന്നു. ആ കേസിൽ അന്നത്തെ ബ്രിട്ടീഷ് കോടതി വിധിച്ചു രാഘവൻ പിള്ളയെ തൂക്കിക്കൊല്ലണം. രാഘവൻ പിള്ളയെ തൂക്കിക്കൊല്ലുവാൻ നിയമം അംഗീകരിച്ചു. തൂക്കിക്കൊല്ലുന്ന നിയമം തന്റെ ഭാര്യ അറിയുന്നില്ല, മക്കൾ അറിയുന്നില്ല. ഇളയ കൊച്ചു കുഞ്ഞ, ആദ്യത്തെ കുഞ്ഞ് അല്പപ്രായമുണ്ട്. ഈ 2 കുഞ്ഞുമായി ഈ മാതാവ് ഒളിവിൽ താമസിക്കുമ്പോൾ കേൾക്കുന്ന കേൾവി തന്റെ ഭർത്താവിനെ നാളെ തൂക്കിക്കൊല്ലാൻ പോകുന്നു. പിറ്റേ ദിവസം തൂക്കിക്കൊല്ലാൻ പോകുക. പെട്ടെന്ന് ഈ പാവപ്പെട്ട സ്ത്രീ രാഘവൻ ഭാര്യ തന്റെ ഒരു കുഞ്ഞിനെ നടത്തിക്കൊണ്ട് കൊച്ചു കുഞ്ഞിനെ ഒക്കെ തൊടുത്തുകൊണ്ട് ഓടുവാൻ തുടങ്ങി. ഓടി ഇന്നത്തെ കവടിയാറിലെ രാജഭവനിലേക്ക് ഈ സ്ത്രീ കുഞ്ഞുങ്ങളുമായി ഓടി. അവിടെ സെക്യൂരിറ്റി ഗാർഡ്സ് ഇവരെ തടഞ്ഞു, പിറകേറ്റ് മാറ്റി. ഇവൻ അലറിക്കറിയാൻ തുടങ്ങി. ഈ കരച്ചിൽ അന്നത്തെ മധ്യ തിരുവിതാംകൂർ സായിപ്പ് അഥവാ ഗവർണർ കൊട്ടാരത്തിനകത്തിരുന്നു കൊണ്ട് കേട്ടു. അദ്ദേഹം ചോദിച്ചു, എന്താണ് ഇവിടെ? മറുപടിയായി പറഞ്ഞു, ഈ സ്ത്രീക്ക്
അങ്ങയെ കാണണമെന്ന് പറയുന്നു. അതിനെ കരയുന്നത് സായിപ്പ് പറഞ്ഞു. ഉടനെ സായിപ്പിന്റെ അരികിലേക്ക് ഈ സ്ത്രീയോട് ചെന്നു. രണ്ട് കുഞ്ഞുങ്ങളുമായി സായിപ്പിന്റെ കാൽക്കിലേക്ക് അങ്ങ് വീണു. വീണിട്ട് പറഞ്ഞു, എന്റെ പേര് സാധാ ഒരു പാവപ്പെട്ട സ്ത്രീ എന്ന, ഞാൻ ആരും അറിയാത്തൊരു പാവപ്പെട്ടവെന്ന. പക്ഷെ എന്റെ ഭർത്താവിനെ നിങ്ങൾക്കറിയാം. എന്റെ ഭർത്താവാണ് രാഘവൻ പിള്ള. എന്റെ ഭർത്താവിനെയാണ് സർസിപ്പിയുടെ പോലീസ് അറസ്റ്റ് ചെയ്തത്. എന്റെ ഭർത്താവിനെയാണ് നാളെ തൂക്കിക്കൊള്ളുവാൻ വിധിച്ചിരിക്കുന്നത്. പൂജപ്പുര സബ്ജയിലിൽ നാളെ എന്റെ ഭർത്താവിനെ തൂക്കിക്കൊള്ളും. എന്റെ ഭർത്താവ് സർസിപ്പിക്കും. ഈ ഗവൺമെന്റിനെതിരായി സംസാരിച്ചിട്ടുണ്ട്. ഞാൻ പാവപ്പെട്ട സ്ത്രീയാ, എനിക്ക് മറ്റാരുമില്ല. എന്റെ ഭർത്താവുമായി എവിടെയും പോയി ജീവിച്ചോളാം. എന്റെ ഭർത്താവിനെ വെറുതെ വിടുവാൻ മനസ്സിലുണ്ടാകണം. ഇനി ഭർത്താവ് ഒരിക്കൽ പോലും നിങ്ങൾക്ക് സർസിപ്പിക്കുന്നതിനായി ഒരു വാക്കുപോലും സംസാരിക്കില്ല. ഞാൻ ഉറപ്പു തരാം, എന്റെ ഭർത്താവിനെ വെറുതെ വിടണം. പെട്ടെന്ന് ഈ സായിപ്പ് ഒരു പേപ്പർ അടിച്ചു. അതിൽ എന്തൊക്കെ എഴുതി സീല് വെച്ചു, കവറിൽ അടച്ചു. എന്നിട്ട് ആ കൊട്ടാരച്ചിലെ അഥവാ ആ സായിപ്പിന്റെ ഗവർണറുടെ ഓഫീസിലെ ഒരു ഉദ്യോഗസ്ഥനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇത് എത്രയും പെട്ടെന്ന് പൂജപ്പുര ജയിലിൽ കൊണ്ടുപോയി ജയിൽ സൂപ്രണ്ടിനെ ഏൽപ്പിക്കണം. ഈ മനുഷ്യൻ അകത്തുമായി വരികയാണ്. അന്ന് വാഹനങ്ങളൊന്നുമില്ല. അദ്ദേഹം പതുക്കെ സഞ്ചരിച്ച് പൂജപ്പുരയിലേക്ക് വരികയാണ്. ഈ കത്ത് കൊടുത്തു വിട്ടത് ഒരു ദിവസം വൈകിട്ട് 4 മണി കഴിഞ്ഞ് ഇദ്ദേഹം സഞ്ചരിച്ചു വരുമ്പോൾ ചെറിയ മഴയുണ്ട്. ആ മഴ പെയ്തുകൊണ്ട് മഴയത്ത് ഇദ്ദേഹം സഞ്ചരിച്ചു വരുമ്പോൾ ഇദ്ദേഹത്തിന്റെ വീട് നമ്മുടെ ട്രിവാൻഡ്രത്തിലെ കുടപ്പനക്കുന്നില്ല. അദ്ദേഹം ഓർത്തു, രാത്രിയിൽ ഇനി അങ്ങോട്ട് പോകിയല്ലേ, വീട്ടിലൊന്ന് കയറിയിട്ട് പോകാം. അദ്ദേഹം വീട്ടിൽ ചെന്നു. ദിവസങ്ങൾക്ക് ശേഷം ഭർത്താവ് വന്ന കണ്ടുകൊണ്ട് ഭാര്യയും തന്റെ കുഞ്ഞുങ്ങൾ പറഞ്ഞു, ഇന്ന് രാത്രി ഇവിടെ തങ്ങിയിട്ട് നാളെ രാവിലെ പോകാം. നിർബന്ധിച്ചപ്പോൾ ആ ഭർത്താവ് അന്ന് രാത്രി അവിടെ ചങ്ങി. രാത്രി മഴയായിരുന്നു, അതുകൊണ്ട് ഉറങ്ങി. രാവിലെ എഴുന്നേൽക്കുവാൻ അല്പം താമസിച്ചു. എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഒരുങ്ങി നേരെ പൂജപ്പുര ജയിലിലേക്ക് നടക്കുവാൻ തുടങ്ങി. അവിടെ ചെന്നപ്പോൾ കാഴ്ച കണ്ടു. പൂജപ്പുര ജയിലിന്റെ പുറത്ത് മഴയത്തു നനഞ്ഞുകൊണ്ട് രാഘവൻ പിള്ളയുടെ ഭാര്യയും 2 കുഞ്ഞുങ്ങൾ നിൽക്കുക. തന്റെ ഭർത്താവിന്റെ റിലീസിംഗ് കാത്തുകൊണ്ട് നിൽക്കുക. പെട്ടെന്ന് ഈ മനുഷ്യൻ അകത്തേക്ക് ചെന്നു. ആ ഉദ്യോഗസ്ഥൻ അകത്തേക്ക് ചെന്നു. ജയിൽ സൂപ്രണ്ടിലേക്ക് കത്ത് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് സായിപ്പ് തന്നെ കത്ത്. അദ്ദേഹം പെട്ടെന്ന് കത്ത് പൊട്ടിച്ചു വായിച്ചു. ജയിൽ സൂപ്രണ്ട് വായിച്ചപ്പോൾ തന്റെ കരങ്ങൾ വല്ലാതെ വിറയ്ക്കുവാൻ തുടങ്ങി. ആ കത്ത് താഴെ വീണു. വീണ്ടും ആ കത്തടിച്ച് വീണ്ടും വായിച്ച് ജയിൽ സൂപ്രണ്ട് ചോദിച്ചു, നിന്റെ കയ്യിൽ ഈ കത്ത് തന്നുവിട്ടത് എപ്പോഴാ? അദ്ദേഹം പറഞ്ഞു, ഇന്നലെ വൈകിട്ട്. ഈ കത്ത് ഇത്രയും സമയം താമസിച്ച് എന്റെ കയ്യിൽ കൊണ്ടുവരുവാൻ കാര്യമെന്താ? അദ്ദേഹം പറഞ്ഞു, വന്ന വഴിക്ക് എന്റെ വീട്ടിൽ കയറി ഉറങ്ങേണ്ടി വന്നു. എന്റെ ഭാര്യയും മക്കളും നിർബന്ധിച്ചു, അതുകൊണ്ട് എനിക്ക് അവിടെ തങ്ങേണ്ടി വന്നു. ആകയാൽ താമസിച്ചു പോയി. ആ മനുഷ്യൻ ഷൗട്ട് പറഞ്ഞു, ഈ കത്ത് ആരുടെ കത്താന്നറിയാമോ? ഈ കത്ത് രാജാവിന്റെ, ഈ കത്ത് നമ്മുടെ ഗവർണറുടെ കത്ത്, ഇത് സായിപ്പിന്റെ കത്ത്. ഈ കത്തിനകത്ത് എഴുതിയിരിക്കുന്നതെന്നറിയാമോ? രാഘവൻ പിള്ളയെ വെറുതെ വിടണം. രാഘവൻ പിള്ളയെ വെറുതെ വിടണം. അവന്റെ കേസുകൾ ക്ഷമിച്ചിരിക്കുന്നു. അവനെ വെറുതെ വിടണം. പക്ഷെ നീ ഈ കത്ത് കൊണ്ടുവന്ന സമയം മാറിപ്പോയി. ഒരു 4 മിനിറ്റ് മുൻകൂടി ഈ കത്തെത്തിയിരുന്നുവെങ്കിൽ ഞാൻ സന്തോഷവാനായിരുന്നു. ഈ കത്തിന്റെ കയ്യിൽ കിട്ടുന്നതിന് 4 മിനിറ്റ് മുൻപ് ഞാൻ രാഘവൻ പിള്ളയെ തൂക്കി. അവൻ മരിച്ചു കഴിഞ്ഞു. ഈ രാത്രി ഞാൻ പറഞ്ഞത് എന്റെ പ്രിയമുള്ളവരെ ഒരു കെട്ടുകഥയല്ല. നമ്മുടെ കേരളത്തിൽ തിരുവനന്തപുരത്ത് സംഭവിച്ച കാര്യമാ ഇത്. അനന്തരവനെ കുറിച്ച് തന്റെ പ്രിയപ്പെട്ട മകൻ പറയുമ്പോൾ എല്ലാവരെ കണ്ടവിടറി. കാര്യമെന്താ? ഒരു 4 മിനിറ്റ് താമസിച്ചപ്പോൾ ഒരു ജീവൻ പൊലിഞ്ഞു. കാര്യം കേൾക്കണമോ? ആ കത്തിന്റെ വില കൊണ്ടുവന്നവൻ വാസ്തവത്തിൽ മറന്നുപോയി.
ആ കത്തിന്റെ വില അവൻ മറന്നു. സംഭവിച്ചത് ആ കത്ത് താമസിച്ചപ്പോൾ 4 മിനിറ്റ് താമസിച്ചത് കൊണ്ട് ഒരു ജീവൻ പൊലിഞ്ഞു. ഞങ്ങളുടെ മക്കൾ ഒരു കത്തുണ്ട് പ്രിയമുള്ളവരെ, ഞങ്ങളുടെ മക്കൾ ഒരു കത്തുണ്ട്. ഒരു ഗവർണർ രചിച്ച് അതിന്റെ പേര് ബൈബിൾ എന്നത്. ആ കത്തിനകത്തുള്ള നാമത്തിന്റെ പേര് സുവിശേഷം. അതിനകത്തെഴുതിയിരിക്കുന്ന വാക്ക യേശു. ഈ കത്ത് ഞങ്ങൾ നൽകി തരുവാൻ താമസിച്ചാൽ ഒരുപക്ഷെ നിന്റെ കുടുംബത്തിൽ അപകടം സംഭവിക്കും, നിന്നിൽ അപകടം സംഭവിക്കും, മരണം നിന്റെ കുടുംബത്തെ കാർന്നു പിടിക്കും. അത് വരാതിരിക്കുവാനാ ആള് നോക്കാതെ, സമയം നോക്കാതെ, തരം നോക്കാതെ, ദിവസം നോക്കാതെ ഏത് സ്ഥലത്തും ഞങ്ങൾ ചങ്കൂറ്റത്തോടെ വിളിച്ചു പറയുന്നത് ഈ കത്തിനെ കുറിച്ച് വിളിച്ചു പറയാൻ കാരണം ഇത് താമസിക്കുവാൻ പാടില്ല. ഇത് താമസിച്ചാൽ നിന്റെ ജീവൻ അപകടത്തില, നിന്റെ ജീവൻ നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട്. നിന്റെ ഭാര്യ വിധവയാകാൻ, നിന്റെ മക്കൾ അനാഥരാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ കത്ത് നിർബന്ധത്താൽ വിളിച്ചു പറയുന്നത്. ഈ ജംഗ്ഷനിൽ ഇത് വിളിച്ചു പോയ കാര്യമതാ. ഈ കത്തിന്റെ ഉള്ളടക്കം രാജാവിനെ കുറിച്ചുള്ളതാ. നിന്നെ വെറുതെ വിടാനുള്ള ദൂതുകളായി കത്തി. ആ കത്തിനെഴുതിയേക്കുന്നു യേശു ക്രിസ്തുവിനെ നീ ദൈവമായി സ്വീകരിച്ചാൽ നിന്റെ സകല പാപവും പോക്കി ദൈവം നിന്നെ ശുദ്ധീകരിക്കും. ഈ യേശു ഈ ഭൂമിയിൽ ജനിച്ചത് നമ്മുടെ പാപത്തെ മോചിപ്പിക്കുവാൻ. ശ്രദ്ധിക്കണമേ, ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട യേശു. ഇനിയാണ് ഞാൻ എന്റെ വിഷയത്തിന്റെ കാതലായ ഭാഗത്തേക്ക് പ്രവേശിക്കാൻ പോകുന്നത്. ജനിച്ചു മരിച്ചടക്കപ്പെട്ട യേശു ഇന്ന് സ്വർഗത്തിൽ ജീവിക്കുന്നു. ആ യേശു വീണ്ടും വരും. ആ യേശു വീണ്ടും വരണമെങ്കിൽ ആ വരവിനെ കുറിച്ചുള്ള ചില കാര്യം നിങ്ങളുടെ ചിന്തയിൽ കൊണ്ടുവരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനാധാരം കുറിച്ചുകൊണ്ട് വിശുദ്ധ ബൈബിളിലെ യെഹെസ്കേൽ പ്രവചനം 21-ാം അധ്യായം 26-ഉം 27-ഉം വാക്യം ഒന്ന് വായിക്കാം. യെഹെസ്കേൽ പ്രവചനം 21-ൽ 26-ഉം 27-ഉം വാക്യം ബൈബിളിൽ കൂടി. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ മകുടം നീക്കി കിരീടമെടുത്തു കളയും, അത് അങ്ങനെ ഇരിക്കയില്ല. ഞാൻ താണതിനെ ഉയർത്തുകയും ഉയർന്നിനെ താഴ്ത്തുകയും ചെയ്യും. ഞാൻ അതിന് ഉന്മൂലനാശം വരുത്തും. അതിന് അവകാശമുള്ള വളരെ അനുഗ്രഹിക്കപ്പെട്ട വേദവാക്യമാണ് കർത്താവിൽ വാത്സല്യ മകൻ ഇവിടെ വായിച്ച് കേൾപ്പിച്ച വേദവാക്യം. ഈ ബൈബിൾ എന്ന് പറയുന്നത് ക്രിസ്ത്യാനികളുടെ പുസ്തകം അല്ല. ഈ ലോകത്തിൽ അനവധി മതമുണ്ട്. എല്ലാ മതത്തിനും മതത്തിന്റെ ഗ്രന്ഥമുണ്ട്. പക്ഷെ ബൈബിൾ മതഗ്രന്ഥമല്ല, ഇത് മകൾ ഗ്രന്ഥമാണ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ കൂടി സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ TV ചാനലിൽ നടത്തപ്പെട്ട ഒരു പ്രോഗ്രാം ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചപ്പോൾ കുറെ നാളുകൾക്ക് മുമ്പുള്ള പ്രോഗ്രാമാണ്. സിനിമാ നടൻ സുരേഷ് ഗോപി നടത്തിയ ഒരു പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാം കോടീശ്വരൻ എന്നൊരു പ്രോഗ്രാം. ആ കോടീശ്വരൻ എന്ന പ്രോഗ്രാമിൽ സുരേഷ് ഗോപി തന്റെ മുൻപിൽ ഇരിക്കുന്ന വ്യക്തിയോട് ഒരു ചോദ്യം ചോദിച്ചു. തന്റെ മുൻപിൽ ഇരിക്കുന്ന വ്യക്തി ഒരു ക്രിസ്ത്യാനിയല്ല, കുരുതൊട്ട ഏതോ ഒരു ഹൈന്ദവ സ്ത്രീയ. ആ സ്ത്രീയോട് സുരേഷ് ഗോപി ഒരു ചോദ്യം ചോദിച്ചു. ചോദ്യം ഇതാ: ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കുന്ന പുസ്തകം ഏതാണ്? ലോകത്തിലെ ബെസ്റ്റ് സെല്ലർ ഓഫ് വേൾഡ് ഏതാണ്? ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കുന്ന പുസ്തകം ഏതാണ്? അതിന് മറുപടിയായി ആ ഹൈന്ദവ സഹോദരി കൊടുത്ത മറുപടി, ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കുന്ന ദ ബെസ്റ്റ് സെല്ലർ ബുക്ക് ബൈബിൾ ആണ്. ശ്രദ്ധിക്കണമേ, ഒരു പെന്തക്കോസ്തുകാരനോ ഒരു ക്രിസ്ത്യാനിയോ കൊടുത്ത മറുപടിയല്ല.
ഈശ്വരൻ പരിപാടിയിൽ TV ചാനലിൽ സുരേഷ് ഗോപി ചോദിച്ച ചോദ്യത്തിന് മറുപടിയായി ഒരു ഹൈന്ദവ സ്ത്രീ കൊടുത്ത മറുപടിയാ, ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കുന്ന പുസ്തകം ബൈബിൾ ആണ്. ഈ ബൈബിൾ ഒരു മതഗ്രന്ഥമല്ല, ഈ ബൈബിൾ ഒരു മകൾ ഗ്രന്ഥം ആണ്. ഈ മകൾ ഗ്രന്ഥമായ ബൈബിൾ 3 കാല പ്രവചനം വെളിപ്പെടുത്തുകയാണ്. 3 കാല പ്രവചനം. 1 ഭൂതകാല പ്രവചനം, 2 വർത്തമാനകാല പ്രവചനം, 3 ഭാവി കാല പ്രവചനം. കഴിഞ്ഞ കാല, ഇക്കാല, വരുംകാല 3 കാല പ്രവചനം വെളിപ്പെടുത്തുന്ന പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ. ഇതിൽ 2500 വർഷം മുൻപ് പ്രവചിച്ച പ്രവചനമാണ് കർത്താവിൽ വാത്സല്യ കുഞ്ഞ് വായിച്ചു കേൾപ്പിച്ച വാക്യം. ഞാൻ അവയ്ക്ക് ഉന്മൂലനാശം 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 വരുത്തും. I will overturn. ഉന്മൂലനാശം 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 വരുത്തും. ഇന്നേക്ക് 2500 വർഷം മുൻപ് പ്രവാചകനിൽ കൂടി ദൈവം പ്രവചിച്ചു കൊടുത്ത ഈ വാക്കുകളിൽ അർത്ഥം എന്താണ്? 3 പ്രാവശ്യം ആവർത്തിച്ചു പറയുന്നു, ഉന്മൂലനാശം. ഇത് ഈ ലോകത്തിൽ സംഭവിക്കാൻ പോകുന്ന 3 മഹായുദ്ധങ്ങളെ കുറിച്ചുള്ള മുന്നറിയിപ്പ് ആയിരുന്നു. അഥവാ ലോകത്തിൽ സംഭവിക്കാൻ പോകുന്ന 3 യുദ്ധത്തെ എടുത്തു കാണിച്ച വാക്കാണ് ഉന്മൂലനാശം. ഉന്മൂലനാശം. ഇത് പ്രവചിക്കുമ്പോൾ ഈ ലോകം ഒരു യുദ്ധത്തെ കണ്ടിട്ടില്ല, ഒരു യുദ്ധത്തിന്റെ അവസ്ഥ അറിയില്ല. എന്നാൽ ദൈവത്തിന്റെ വചനത്തിൽ ഗ്രഹിപ്പിച്ചു, ഈ ലോകത്തിൽ അതിശക്തമായ 3 മഹായുദ്ധങ്ങൾ ഉണ്ടാകും. നിങ്ങൾക്കറിയാമോ, ഈ 3 യുദ്ധങ്ങളിൽ 2 യുദ്ധം ഇതിനകം ലോകത്തിൽ സംഭവിച്ചു കഴിഞ്ഞു. മഹായുദ്ധം പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കറിയാം, ലോകത്തിൽ ഏറ്റവും ശക്തമായ മഹായുദ്ധങ്ങൾ 2 1 ഒന്നാം ലോക മഹായുദ്ധം, 2 രണ്ടാം ലോക മഹായുദ്ധം. 1ഉം 2ഉം ലോക മഹായുദ്ധങ്ങൾ ഈ ലോകത്തിൽ അതിശക്തമായി നടക്കപ്പെട്ടു. ഞാൻ എല്ലാം പറയുവാൻ സമയമെടുക്കുന്നില്ല, ഒരു വേഗത്തിൽ മുൻപോട്ട് പോകുവാൻ ആഗ്രഹിക്കുക. 1ആം ലോക മഹായുദ്ധം ഈ ലോകം കണ്ടത് ചിന്തിക്കുവാൻ കഴിയുന്ന അപ്പുറമായ ചിന്തയാ. 1914 മുതൽ 1918 വരെ ഈ ലോകത്തിൽ സംഭവിച്ച യുദ്ധമാണ് 1ആം ലോക മഹായുദ്ധം. 2 കൊച്ചു രാജ്യങ്ങൾ തമ്മിൽ ഒരു നേതാവിന്റെ അപകടത്തെ തുടർന്ന് ഒരു നേതാവിനെ വധിക്കുവാൻ ശ്രമിച്ച ശ്രമത്തിന്റെ ഫലമായി സംഭവിച്ച പോര്, അത് ലോകത്തിൽ 2 രാജ്യമായി, ആ രാജ്യം 2 ചേരിയായി, അവസാനം 2 സംഘടനയായി മാറപ്പെട്ടു. 1ആം ലോക മഹായുദ്ധത്തിൽ ലോകം രൂപീകരിച്ച 2 സംഘടനകളുണ്ട്. 1 മധ്യരാജ്യശക്തികൾ. മധ്യരാജ്യശക്തികൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് ജർമ്മനി അധികാരത്തിൽ നിന്നു. ജർമ്മനിക്ക് മുൻപിൽ 1 രാജ്യങ്ങൾ അണിനിരന്നു. അവർക്കെതിരായി 2ാമതൊരു ഗ്രൂപ്പ് രൂപീകരിക്കപ്പെട്ടു. ആ രൂപീകരിക്കപ്പെട്ട ഗ്രൂപ്പാണ് സഖ്യകക്ഷികൾ. ഈ സഖ്യകക്ഷികൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് ബ്രിട്ടൻ അധികാരത്തിലെത്തി. ബ്രിട്ടന്റെ മുൻപിൽ ഇന്നത്തെ റഷ്യ, അമേരിക്ക, അതുപോലെ രാജ്യങ്ങൾ അണിനിരക്കുവാൻ തുടങ്ങി. ലോകം കണ്ടിട്ടില്ലാത്ത യുദ്ധത്തിന് ആ യുദ്ധം സാക്ഷ്യമായി. ലോകത്തിൽ ആദ്യമായി യന്ത്രത്തോക്കുകൊണ്ടുള്ള യുദ്ധം മനുഷ്യൻ കണ്ടത് 1ആം ലോക മഹായുദ്ധത്തില്ല. ലോകത്തിൽ ആദ്യമായി പറക്കുന്ന പ്ലെയിനിൽ നിന്ന് അതിശക്തമായ യുദ്ധമുറകൾ
ഭൂതലത്തിൽ പതിക്കുന്നത് ലോക കണ്ടത് ഒന്നാം ലോകമഹായുദ്ധത്തില്ല. ആ ഒന്നാം ലോകമഹായുദ്ധം 1914 ആരംഭിച്ച് 1918 അവസാനിക്കുക. എന്നാൽ ശ്രദ്ധിക്കണമേ, ഈ യുദ്ധം നടക്കുന്നതിന് കാലങ്ങൾക്ക് മുൻപ് വിശുദ്ധ ബൈബിളിൽ എഴുതി വെച്ച വാക്ക് ഉന്മൂലനാശം 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 വരുത്തും. ഇതറിയണമെങ്കിൽ ഒരൽപ്പൂടി പുറകോട്ട് പോകണം. ഈ ലോകത്തിൽ ദൈവം സൃഷ്ടിച്ച സൃഷ്ടിയിൽ ആദ്യ മനുഷ്യൻ ആദാമിന് ദൈവം കൊടുത്ത 2 മക്കൾ കയീനും ഹാബേലും. അതിനുശേഷമായി ഏനോശ്, ശേത്ത് ആദിയായ മക്കൾ, ആൺമക്കൾ, പെൺമക്കൾ. അവരുടെ ജനറേഷൻസ് വർദ്ധിക്കുവാൻ തുടങ്ങി. ദൈവം നിർമ്മിച്ചാക്കിയ മനുഷ്യൻ ദൈവത്തെ അകന്നു മാറിയപ്പോൾ ദൈവം പാരിലേക്ക് നോക്കി. പാരിൽ ഏതെങ്കിലും മനുഷ്യൻ സത്യാന്വേഷിയായി ഉണ്ടോ എന്ന് ദൈവം അന്വേഷിക്കുവാൻ തുടങ്ങി. ആ അന്വേഷണം ചെന്നെത്തിയത് ഊരെന്ന ദേശത്തപ്പോൾ വിഗ്രഹത്തെ ഉണ്ടാക്കി വിൽക്കുന്ന ഉന്നത കുടുംബത്തിൽ ഒരു ചെറുപ്പക്കാരൻ സത്യദൈവത്തെ അന്വേഷിക്കുന്നത് ദൈവം മനസ്സിലാക്കി. ആ മനുഷ്യനെ ദൈവം വിളിച്ചു. ആ വിളി കേട്ട് ആ മനുഷ്യൻ ഇറങ്ങി. ആ മനുഷ്യന്റെ പേര് അബ്രാം. ദൈവം വിളിച്ച് ഊരിൽ നിന്ന്, ജാതികൾക്കിടയിൽ നിന്ന് ഒരു മനുഷ്യനെ വിളിച്ചിറക്കുന്നു. അവന്റെ പേര് അബ്രാം. വിളിച്ചിറക്കിയ അബ്രാമിനെ 7 വാഗ്ദത്തം ദൈവം കൊടുത്തു. ആ 7 വാഗ്ദത്തം പ്രാപിച്ചവൻ ദൈവത്തെ പിൻപറ്റുവാൻ തുടങ്ങി. അവന് ദൈവം കൊടുത്ത അനുഗ്രഹീതമായ ഒരു വാഗ്ദത്ത സന്തതിയുണ്ട്. അബ്രാമിന്റെ വാഗ്ദത്ത സന്തതി ഇസ്ഹാക്ക്. ദൈവം വളരുവാനും ജീവിക്കുവാൻ അവസരം കൊടുത്തു. അവനിൽ ദൈവം മക്കൾക്ക് ജന്മം കൊടുത്തു. അതിൽ ഒരുവന് പേരാ യാക്കോബ്. യാക്കോബിന് ദൈവം അനുഗ്രഹിക്കുവാൻ തുടങ്ങി. ഒരു ദിവസം യാക്കോബ് ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. യാക്കോബിനോട് ദൈവം ചോദിക്കുന്നു, നിന്റെ പേര് എന്താണ്? യാക്കോബ് പറയുന്നു, എന്റെ പേര് യാക്കോബ് എന്ന. ദൈവം പറയുന്നു, ഇന്നു മുതൽ നീ യാക്കോബ് എന്ന് അറിയപ്പെടുകയില്ല. നിന്റെ പേര് ഇന്നു മുതൽ ഇസ്രായേൽ എന്ന് ആകും. അപ്പോൾ ഈ ലോകത്തിൽ ഒരു മനുഷ്യനെ ദൈവം വിളിച്ച പേരാണ് ഇസ്രായേൽ. ആ മനുഷ്യന്റെ ആരംഭ പേരാണ് യാക്കോബ്. യാക്കോബിന്റെ അപ്പൻ ഇസഹാക്ക്, ഇസഹാക്കിന്റെ അപ്പൻ അബ്രാം, അബ്രാമിന്റെ മകൻ ഇസഹാക്ക്, ഇസഹാക്കിന്റെ യാക്കോബ്, യാക്കോബിനെ ദൈവം വിളിച്ച പേര് ഇസ്രായേൽ. ഈ യാക്കോബിന് 12 മക്കൾ ഉണ്ടായി. ഈ 12 മക്കൾ ചേർത്തുകൊണ്ട് ദൈവം വിളിച്ച പേര് ഇസ്രായേൽ മക്കൾ. ഇസ്രായേൽ മക്കൾ വളരുവാൻ തുടങ്ങി. അവരിൽ ഒരുവന്റെ പേരാണ് ജോസഫ്. യാക്കോബിനെ ദൈവം കൊടുത്ത മക്കളിൽ ഒരുവന്റെ പേരാണ് ജോസഫ്. ഈ ജോസഫ് മിസ്രൈമിൽ പാർക്കുവാൻ തുടങ്ങി. മിസ്രൈമിൽ പാർത്ത ജോസഫിനെ മിസ്രൈമിലെ രാജാവായ ഫറവോൻ തന്റെ കൊട്ടാരത്തിൽ ഉന്നത സ്ഥാനം കൊടുത്തു. ധനകാര്യ ആഭ്യന്തര വകുപ്പുകളെ ചുമതലയായി ഉന്നത സ്ഥാനത്ത് ഈ ജോസഫിനെ ആക്കി. ജോസഫ് മിസ്രൈമിൽ ജീവിക്കുവാൻ തുടങ്ങി. ഒന്നുകൂടി പറഞ്ഞാൽ, മിസ്രൈം എന്ന രാജ്യത്ത്, ഈജിപ്ത് എന്ന രാജ്യത്ത് ഇസ്രായേൽ എന്ന പേരിൽ ആദ്യമായി കാലുകുത്തിയത് ജോസഫ് എന്ന മനുഷ്യനാണ്. ഈ ജോസഫ് മിസ്രൈമിൽ, ഈജിപ്തിൽ അവിടെ വെച്ച് വിവാഹം കഴിക്കുന്നു. വിവാഹത്തിൽ 2 കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നു. അപ്പൊ ജോസഫും ഭാര്യയും 2 മക്കളും 4 പേർ ഇസ്രായേൽ കുലമായി മിസ്രൈമിൽ താമസമായി. പിന്നത്തേതിൽ ഈ ജോസഫ് തന്റെ അപ്പനായ യാക്കോബിനെയും തന്റെ അമ്മയെയും സഹോദരങ്ങളെയും അവരുടെ മക്കളെയും മിസ്രൈമിൽ കൊണ്ടുവരുന്നു. അവർ മൊത്തം 66 പേർ. ഈ 66 പേരും ജോസഫും ഭാര്യയും 2 മക്കൾ ചേർന്ന് 70 പേർ മിസ്രൈമിൽ ഇസ്രായേൽ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. ആ 70 പേർ
7000 7000 ലക്ഷങ്ങളായി. വർഷങ്ങൾ കഴിഞ്ഞു, കാലങ്ങൾ കഴിഞ്ഞു. ഇസ്രായേൽ ജനം മിസ്രൈമിൽ വർദ്ധിക്കുവാൻ തുടങ്ങി. ആ വർധനയിൽ മലമ്പന്റെ ഭരണകൂടത്തിലെ ഉന്നതനായ ഭരണകർത്താവ് ഈ ഇസ്രായേൽ ജനത്തെ ഇല്ലാതാക്കാൻ പദ്ധതിയിട്ടു. അവരെ കുഞ്ഞുങ്ങളെ കൊല്ലുവാൻ പദ്ധതിയിട്ടു. അവരെ ഇല്ലായ്മ ചെയ്യുവാൻ പദ്ധതിയിട്ടു. എന്നാൽ ആ പദ്ധതിക്കകത്ത് ഒരുവൻ അനുഗ്രഹിക്കപ്പെടുവാൻ തുടങ്ങി. അവന്റെ പേര് മോശ. മോശ വളർന്നു 40 വർഷം മിസ്രൈമിൽ പാർത്തു. 40 വർഷം യിത്രോവിന്റെ നാട്ടിൽ പാർത്തു. 80ാമത്തെ വയസ്സിൽ തിരിച്ചു മിസ്രൈമിലെത്തി. മിസ്രൈമിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ അവിടുന്ന് വിടുവിച്ചുകൊണ്ട് ദൈവത്തിന്റെ വാക്കിൽ യാത്രയാകുക. ആ യാത്രയിൽ ചെങ്കടൽ പിളർന്ന് അവർ അക്കരെ കയറി യാത്രയായി. ആ യാത്ര പോയ ഇസ്രായേൽ ജനത്തിന്റെ എണ്ണസംഖ്യ എണ്ണപ്പെട്ടവർ 6 ലക്ഷം പേർ. ജോസഫ് എന്ന ഒരു വരിന്ന് തുടക്കം കുറിച്ച് 6 ലക്ഷം പേർ എണ്ണപ്പെട്ടവർ. മരുഭൂയാത്രയിൽ ജനിച്ചവരും എണ്ണപ്പെടാത്തവരും ചേർത്ത് മൊത്തം 30 ലക്ഷം ഇസ്രായേൽ. ഈ 30 ലക്ഷം ഇസ്രായേൽ മുൻപോട്ട് വന്നപ്പോൾ ദൈവം അവർക്ക് ഒരു സ്ഥലം കൊടുത്തു. ഈ ഭൂമിയുടെ ഒത്ത നടുവിൽ 1500 മൈൽ നീളത്തിൽ 780 മൈൽ വീതിയിൽ ഒരു ഭൂപ്രദേശം ദൈവം അവർക്ക് കൊടുത്തു. ആ ഭൂപ്രദേശത്തിന്റെ പേരാണ് കനാൻ ദേശം. ഈ കനാൻ ദേശത്തിൽ പാർക്കുവാൻ വിധിക്കപ്പെട്ട ജൂതവർഗത്തോട്, ഇസ്രായേലിനോട്, യഹൂദരോട്, എബ്രായരോട്, അബ്രഹാമിന്റെ കൊച്ചുമകനായ ജോസഫിന്റെ തലമുറയോട്, ജൂതവർഗത്തോട്, ഇസ്രായേലിനോട് ദൈവം പറഞ്ഞു, ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത്. ഞാനല്ലാതെ മറ്റൊന്നിന് ദൈവമെന്ന് വിളിക്കരുത്. നിങ്ങൾ വിശുദ്ധിയോടും ദൈവത്തെ സേവിക്കണം. വാക്കുകൾ മുൻപോട്ട് പോകട്ടെ. ദൈവം പറഞ്ഞ വാക്കിനെ ജൂതർ തള്ളിക്കളഞ്ഞു. ജൂതർ തള്ളിക്കളഞ്ഞപ്പോൾ ദൈവം അവകാശമായി കൊടുത്ത ആ മണ്ണ് ജൂതർക്ക് നഷ്ടമായി. ഒന്നുകൂടി പറഞ്ഞാൽ യഹൂദന്റെ മണ്ണ്, ഇസ്രായേലിന്റെ മണ്ണ് ദൈവത്തെ നിന്ദിച്ചതിന്റെ വെളിച്ചത്തിൽ, ദൈവത്തെ പഴിച്ചതിന്റെ വെളിച്ചത്തിൽ, അഹങ്കാരികളായി, മത്സരികളായി, ദൈവഹിതമല്ലാത്ത വഴിയിൽ കൂടി സഞ്ചരിച്ചതിന്റെ വെളിച്ചത്തിൽ ദൈവം അവരിന്ന് എടുത്തു കളഞ്ഞു. ജാതികളെ ആ മണ്ണിലേക്ക് അടിച്ചു കയറ്റി അവർ ഇസ്രായേൽ ജനത്തെ പീഡിപ്പിക്കുവാൻ തുടങ്ങി. അങ്ങനെ ഇസ്രായേൽ രാജ്യം അവർക്ക് നഷ്ടമായി. ഇസ്രായേൽ മണ്ണ് അവർക്ക് നഷ്ടമായി. തന്റെ വീടുകൾ അവർക്ക് നഷ്ടമായി. ലോകത്തിന്റെ 4 ദിക്കിലേക്ക് യഹൂദൻ ചിതറപ്പെടുവാൻ തുടങ്ങി. കൊച്ചി കേരളത്തിലെത്തി, മദ്രാസിലെത്തി. ലോകത്തിന്റെ 4 ദിക്കിലേക്ക് ജൂതവർഗം ചിതറപ്പെടുവാൻ തുടങ്ങി. അച്ചിതറപ്പെട്ട ജൂതവർഗത്തെ മുൻപിൽ കണ്ടുകൊണ്ട് ദൈവം പ്രവചിച്ച പ്രവചനവാക്കാണ് വായിച്ച വേദവാക്യം. ഞാൻ നിങ്ങളെ പിതാക്കന്മാർക്ക് അവകാശപ്പെട്ട മണ്ണിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ 3 ഉന്മൂലനാശം വരുത്തും. എന്താണ് നഷ്ടപ്പെട്ട ഇസ്രായേലിനെ മടക്കിക്കൊണ്ടുവരുവാൻ കൊടുത്ത ഉന്മൂലനാശം? അത് വായിക്കുവാൻ ഒരു വാക്യം കൂടി വായിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. വിശുദ്ധ ബൈബിളിൽ യിരെമ്യാ പ്രവാചക പുസ്തകം 16-ാമത്തെ അധ്യായം 15-ഉം 16-ഉം വാക്യം എന്ന് വായിക്കുന്നു. യിരെമ്യാ പ്രവചനം 16-ാമത്തെ അധ്യായം 15-ഉം 16-ഉം വാക്യം. ഇസ്രായേൽ മക്കളെ വടക്കേ ദേശത്തു നിന്നും താൻ അവരെ നീക്കിക്കളഞ്ഞിരിക്കുന്ന കനാൻ ദേശത്തിലേക്ക് സകല ദേശങ്ങളിൽ നിന്നും കൊണ്ടുവന്ന യഹോവയാകുന്നു ഞാനെന്ന് വായിച്ചോ. പറയുന്ന കാലം വരും എന്ന് യഹോവയുടെ അരുളപ്പാട്. അടുത്ത വാക്ക്, ഞാൻ അവരുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശത്തേക്ക് ഞാൻ അവരെ വീണ്ടും കൊണ്ടുവരും. അടുത്ത വാക്ക്, ഇതാ ഞാൻ അനേകം മീൻപിടുത്ത വീണ്ടും കൊണ്ടുവരുവാ. അഥവാ കനാൻ ദേശത്തിൽ നിന്ന് രാജ്യം നഷ്ടപ്പെട്ട്, ഭരണം നഷ്ടപ്പെട്ട്, വീട് നഷ്ടപ്പെട്ട്, ബന്ധുക്കൾ നഷ്ടപ്പെട്ട്, സർവ്വതും നഷ്ടപ്പെട്ട് ലോകത്തിൽ ചിതറിയ ജൂതന്മാർ, ഒന്നുകൂടി പറഞ്ഞാൽ
2000 വർഷം ലോകത്തിലില്ലാതിരുന്ന ഒരു രാജ്യം, 2000 വർഷം ലോകത്തിന് ചുതിറിപ്പോയ കൂട്ടം യഹൂദന്മാർ. ആ യഹൂദ നോക്കിക്കൊണ്ട് ദൈവം പ്രവാചകൻ മുഖാന്തരം പ്രവചിക്കുക, നിങ്ങൾക്ക് അവകാശമായ മണ്ണിൽ, പിതാക്കന്മാർ നഷ്ടപ്പെടുത്തിയ മണ്ണിൽ, ഞാൻ അവകാശമായി കുടിച്ച മണ്ണിലേക്ക് നിങ്ങളെ തിരിച്ചു ഞാൻ കൊണ്ടുവരും എന്ന് പറഞ്ഞാൽ, നിങ്ങൾ പാർത്ത കനാനിൽ, നിങ്ങൾ പാർത്ത ദേശത്തിൽ നിങ്ങൾ മടങ്ങി വരുവാൻ ഞാൻ ഒരു പ്രവൃത്തി ചെയ്യും. എന്താ പ്രവൃത്തി? ഞാൻ അനേകം മീൻപിടുത്തക്കാരെ വരുത്തും. അവർ നിങ്ങളെ ചൂണ്ടലിട്ടു പിടിക്കും. അതിൽ ശേഷിക്കുന്നവരെ ഞാൻ നായാടി പിടിക്കും. 2 വിദഗ്ധമായ യുദ്ധമുറകൾ അവിടെ ഏൽപ്പിക്കുകയാ. അവർ വായിക്കുമ്പോൾ മീൻപിടുത്തക്കാരെ വിട്ട് ചൂണ്ടൽ കൊളുത്തി പിടിക്കുമെന്നും നായാട്ടുകാരെ വിട്ട് വേട്ടയാടി പിടിക്കുമെന്നുമുള്ള പ്രവചനവാക്ക് പ്രവചിച്ച യിരെമ്യാവിന് മനസ്സിലായില്ല. എന്നാൽ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അതെന്തെന്ന് തിരിച്ചറിഞ്ഞത് ലോകത്തിൽ യുദ്ധം കണ്ട മനുഷ്യനാ. ഒന്നാം ലോകമഹായുദ്ധമായിരുന്നു ഇസ്രായേൽ രാജ്യത്തിന് നഷ്ടപ്പെട്ട മണ്ണിലേക്കുള്ള മടങ്ങി വരവിന്റെ സാഹചര്യം ഒരുക്കിയത്. എന്റെ മുൻപിൽ സമയമില്ലാത്തതുകൊണ്ട് ഒത്തിരി വീഴ്പാൻ സാധ്യമല്ല. മണിക്കൂറുകൾ പറഞ്ഞാൽ തീരാത്ത വിഷയമാണ്. യഹൂദന്മാർ ചുതിറിയപ്പോൾ ദൈവം പറയുന്നു, നിന്നെ ഞാൻ മടക്കി കൊണ്ടുവരും. ഒരു വാക്ക് ആത്മീകമായി ദൂത് നിങ്ങൾക്ക് വിതർത്തരട്ടെ. മക്കളെ, നീ ജീവിതത്തിൽ നഷ്ടമായെന്ന് വിചാരിക്കുന്ന പലതും, നഷ്ടപ്പെട്ടു പോയെന്ന് വിചാരിക്കുന്ന പലതും നിന്റെ കയ്യിൽ തിരിച്ചു വരുവാൻ ഞാൻ ആരാധിക്കുന്ന ദൈവം ശക്തനാണ്. നഷ്ടപ്പെട്ടു പോയി, ഇനി തിരിച്ചു കിട്ടില്ല, ഇനി ലഭിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദുഃഖിക്കുന്ന വിഷയമാണെങ്കിൽ ഈ രാത്രി ഞാൻ പറയട്ടെ, നഷ്ടമായതിനെ മടക്കി തരുവാൻ ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. ഓ പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് കഴിയാത്തതൊന്നുമില്ല. ബൈബിൾ ചോദിക്കുന്നു, നമ്മുടെ ദൈവത്തിന് അസാധ്യമായത് വല്ലതും ഉണ്ടോ? മനുഷ്യർക്ക് സാധ്യം, ദൈവത്തിന് സർവ്വതും സാധ്യം. നിന്റെ രോഗം മാറ്റുവാൻ മനുഷ്യർക്ക് സാധിച്ചു എന്ന് വരച്ചില്ല. ഡോക്ടർമാർ പറയും, ഇനി ദൈവം നോക്കിയേ പറ്റൂ. ഡോക്ടർമാർ പറയും, ഇനി ഞങ്ങളെ കൊണ്ട് സാധ്യമാകത്തില്ല, ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് മുഴുവൻ ചെയ്തു കഴിഞ്ഞു. ആ സമയത്ത് അവസാനമായി ഏത് ജാതിയിൽപ്പെട്ട ഡോക്ടർ പറയുന്ന ഒരു വാക്കുണ്ട്, ഇനി ദൈവം നോക്കിയേ പറ്റൂ. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഡോക്ടർമാർ കൈവിടപ്പെട്ട രോഗികളായ വ്യക്തികൾ ആണോ നീ? എന്നാൽ ഇന്ന് രാത്രി ഞാൻ പറയാം, ആരൊക്കെ കൈവിട്ടാലും ആരൊക്കെ ഉപേക്ഷിച്ചാലും ബൈബിൾ പറയുന്നു, നമ്മുടെ ദൈവത്തിന് അസാധ്യമായത് ഒന്നും ഇല്ല. അതുകൊണ്ട് ഞാൻ പറയട്ടെ, നഷ്ടപ്പെട്ടതിനെ മടക്കി തരുവാൻ ദൈവം ശക്തനാ. നഷ്ടമായതിനെ മടക്കി തരുവാൻ ദൈവം ശക്തനാ. ഒന്നുകൂടി പറയാ, 2000 വർഷം യഹൂദർക്ക് രാജ്യമില്ലായിരുന്നു. ഇസ്രായേൽ എന്ന രാജ്യം ഭൂമിയിൽ ഇല്ലായിരുന്നു. യഹൂദനെ പിടിച്ചു കൊല്ലാൻ തുടങ്ങി. അവനെ കൊന്നിട്ട് അവനെ മാംസമെടുത്ത് വേവിക്കാൻ തുടങ്ങി. ആ വേവിച്ച മാംസത്തിൽ നിന്ന് ഒഴുകി വന്ന നെയ്യ്, കൊഴുപ്പ് എടുത്ത് സോപ്പുണ്ടാക്കി. ആ സോപ്പ് ഫ്രീ ആയി ജനത്തിന് കൊടുത്തിട്ട് ആരും വാങ്ങിച്ചില്ല. അങ്ങനെ യഹൂദൻ ആർക്കും വേണ്ടാത്തവനായി മാറി. യഹൂദനെ കൊല്ലുന്നവൻ അനുഗ്രഹിക്കപ്പെടുന്ന ലോകത്തിൽ വിധിയായി. യഹൂദ ഭാഷയായ ഹീബ്രു ഭാഷ ലോകത്തിൽ നിരോധിച്ചു. ഓർത്തുനോക്ക്, 2000 വർഷം ഈ ലോകത്തിൽ നിരോധിക്കപ്പെട്ട രാജ്യം, 2000 വർഷം നിരോധിക്കപ്പെട്ട ഭാഷ, 2000 വർഷം തമ്മിൽ കാണാതെ ചിതറിയവർ ആയിരിക്കുന്നവരോട് ദൈവാത്മാവിൽ പ്രവാചകന്മാരിൽ പറയുക, ഞാൻ അവരെ മടക്കി കൊണ്ടുവരും, ഞാൻ അവരെ തിരിച്ചു കൊണ്ടുവരും. നിങ്ങൾക്കറിയാം, ഞാനിപ്പോൾ അമേരിക്ക പോകാതിരിക്കട്ടെ, ഞാൻ പോയി പാർക്കുന്നു അമേരിക്കയിൽ. എന്റെ കുഞ്ഞ് അവിടെ വെച്ച് ജനിക്കുന്നു. ആ കുഞ്ഞ് അമേരിക്കയിൽ വളരുന്നു. അവൻ കേരളത്തിൽ വരുന്നില്ല എന്നിരിക്കട്ടെ, അവന്റെ സംസാരത്തിൽ എന്റെ മലയാളം ഒരുപക്ഷെ കയറും. അവൻ എന്നെ പോലെ അല്പം മലയാളം പറയും. എന്നാൽ അൽത്തിരിയുമ്പോൾ അവന്റെ കുഞ്ഞു വരുമ്പോൾ ആ കുഞ്ഞ് അത്ര മലയാളം പറയില്ല. അതിന്റെ കുഞ്ഞു വരുമ്പോൾ ഫുൾ ഇംഗ്ലീഷ് ആകും. മലയാളമേ അറിയില്ല.
കേരളമായി ബന്ധം വിടും. ഒന്ന് ഓർത്തു നോക്കിക്കേ, ഒരു 3 ജനറേഷൻ ആകുമ്പോൾ ഭാഷ മറക്കും, നാട് മറക്കും, എല്ലാം മറക്കും. എന്നാൽ 2000 വർഷം എന്ന് പറഞ്ഞാൽ ഒന്ന് ഓർത്തു നോക്കിക്കേ, എത്ര ജനറേഷൻസാ. ഈ ജനറേഷൻസിൽ ഭാഷയില്ലാതെ, രാജ്യമില്ലാതെ സർവ്വതും നഷ്ടപ്പെട്ടു. എന്നാൽ ദൈവം പറയുന്നു, ഞാൻ നിന്നെ തിരിച്ചു കൊണ്ടുവരും. മറ്റൊരു വാക്കുണ്ട്, വായിപ്പിക്കാൻ സമടിക്കുന്നില്ല. നിന്റെ ഭാഷയെ ഓർമ്മയിൽ ഞാൻ സൂക്ഷിക്കും. പ്രൈസ് ദി ലോർഡ്. നിന്റെ ഭാഷയെ ഓർമ്മയിൽ ഞാൻ സൂക്ഷിക്കും എന്ന് പറഞ്ഞാൽ ലോകത്തിന് എവിടെ പോയാലും നിന്റെ ഭാഷ മറക്കാതെ, രാജ്യം മറക്കാതെ നിന്നെ ഞാൻ സൂക്ഷിക്കുമെന്ന് ദൈവം പറഞ്ഞിരിക്കുക. എന്നിട്ട് പറയുന്നു, ഞാൻ നിന്നെ മടക്കി കൊണ്ടുവരുവാൻ ഒരു ഉന്മൂലനാശം വരച്ചും 1914 ആരംഭിച്ച ഒന്നാം ലോകമഹായുദ്ധം 1918 അവസാനിക്കുവാൻ തുടങ്ങിയ ഈ സമയം ഒരുപക്ഷെ നിങ്ങൾക്ക് ചരിത്രം പഠിച്ചവർക്കറിയാം. 1918 ജർമ്മൻ സൈന്യം ബ്രിട്ടൻ സൈന്യത്തെ കവച്ച് വെച്ച് അവർ ഒതുക്കുവാൻ തുടങ്ങി. വിജയം ജർമ്മനിയുടെ പക്കത്തായി. ഈ സമയം ബ്രിട്ടനിൽ ആയിരിക്കുകയും അമേരിക്കൻ കൈക്കീഴിൽ വളരെയധികം ശക്തിയോടുകൂടെ പരിശീലനം ചെയ്യുന്ന യഹൂദ ശാസ്ത്രജ്ഞന്മാർ, ആ യഹൂദ ശാസ്ത്രജ്ഞനിൽ ഒരു പരമ്പര വൈസ്മാൻ എന്ന ആ യഹൂദ ശാസ്ത്രജ്ഞൻ, എന്തിനറിയാമോ? തന്റെ പരീക്ഷ സാധിച്ചിരിക്കുമ്പോൾ ബ്രിട്ടന്റെ ഭരണകൂടം വൈസ്മാനെ വിളിച്ചു ചോദിച്ചു, വൈസ്മാനെ, ഈ യുദ്ധത്തിൽ ജർമ്മനി നമ്മെ ഈ യുദ്ധത്തിൽ ജർമ്മനി നമ്മെ പരാജയപ്പെടുത്തുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് വിജയിക്കുവാൻ വല്ല വഴിയുമുണ്ടോ? വൈസ്മാൻ പറഞ്ഞു, ഈ യുദ്ധത്തിൽ നാം ജയിക്കും. ജയിക്കുവാൻ മറ്റൊന്നുമില്ല മാർഗം. ഞാൻ ഉത്പാദിപ്പിച്ചിരിക്കുന്ന TNT വിസ്ഫോടനം സംഭവിപ്പിച്ചാൽ ഈ യുദ്ധത്തിൽ നാം ജയിക്കും. തൽഫലമായി TNT ഉത്പാദനത്താൽ ശക്തമായി യുദ്ധം ചെയ്യുവാൻ പ്ലാൻ ചെയ്തപ്പോൾ സംഭവിച്ചു കേൾക്കണോ? ജർമ്മനിയുടെ പട കടൽ മുഴുവൻ നിറഞ്ഞു. കടലിൽ മുഴുവൻ ജർമ്മൻ സൈന്യം നിറഞ്ഞു. ഈ കടൽ പിടി വേണം, യുദ്ധ ഉപകരണങ്ങൾ കൊണ്ടുവരുവാൻ. വൈസ്മാൻ പറഞ്ഞു, നാം കൊണ്ടുവരേണ്ട യുദ്ധ ഉപകരണങ്ങൾ കടൽ വഴി വേണം കൊണ്ടുവരുവാൻ. അത് കൊണ്ടുവരുവാൻ സാധ്യമാകുന്നില്ല. ആകയാൽ എന്തു ചെയ്യണമെന്ന് ഞാൻ നോക്കട്ടെ. അപ്പൊ വൈസ്മാന്റെ കൂടെ ദൈവത്തെ അറിയുന്ന ഒരു നല്ല മനുഷ്യനുണ്ടായിരുന്നു. ആ മനുഷ്യൻ വൈസ്മാൻ പറഞ്ഞു, ബൈബിളിൽ യോബിന്റെ പുസ്തകത്തിൽ ഞാൻ വാക്യം വായിച്ചിട്ടുണ്ട്. ആ വാക്യം എന്താന്ന് ചോദിച്ചു. യോബിന്റെ പുസ്തകത്തിന്റെ വാക്യം എടുത്തിട്ട് വൈസ്മാനോട് മനുഷ്യൻ പറഞ്ഞു, നീ ആഴത്തിൽ കയറിയിട്ടുണ്ടോ? നിന്റെ ജീവിതത്തിൽ നീ ആഴത്തിൽ കയറി അതിനെ അർത്ഥം ഗ്രഹിച്ചിട്ടുണ്ടോ? നീ മഞ്ഞിന്റെ ഉള്ളറയിൽ പ്രവേശിച്ചിട്ടുണ്ടോ? ഇതൊക്കെയും യോബ് ചോദിക്കുന്ന ചോദ്യമായി കണ്ടപ്പോൾ പെട്ടെന്ന് വൈസ്മാന്റെ ബുദ്ധിയിൽ ഒരു ചിന്ത വന്നു. ഐസിന്റെ അകത്ത് TNT യോജിപ്പിച്ചു വെച്ച് വെള്ളത്തിൽ കൂടി ഒഴുക്കിവിട. അങ്ങനെ രാത്രിക്ക് തന്നെ അനവധി ഐസ് ഫാക്ടറികൾ ഓപ്പൺ ചെയ്തു. ഐസ് ക്യൂബുകൾ ഉണ്ടാക്കി അതിനകത്ത് TNT ഒളിപ്പിച്ചു. എന്നിട്ട് റിമോട്ട് കൺട്രോൾ വൈസ്മാൻ വെച്ചു. അത് നദിയിലെ കടലിലേക്ക് എടുത്തിട്ടു. കടലിൽ കൂടി ഈ ഐസ് ക്യൂബുകൾ ഒഴുക്കി വിട്ടു. അത് ജർമ്മൻ സൈന്യത്തിന്റെ കപ്പൽ പണിയുടെ കീഴേ വന്നു. റിമോട്ട് ഓൺ ചെയ്തു. മുഴുവൻ കപ്പൽ ഛേദം സംഭവിച്ച് ജർമ്മനി പരാജയപ്പെടുകയും വൈസ്മാന്റെ ബുദ്ധിയിൽ ബ്രിട്ടൻ ജയിക്കുകയും ചെയ്തപ്പോൾ ബ്രിട്ടൻ ചോദിച്ചു, ഈ യുദ്ധത്തിൽ ഞങ്ങളെ വിജയിപ്പിച്ച വൈസ്മാനെ, നിനക്ക് എന്താ പ്രതിഫലം വേണ്ടത്? വൈസ്മാൻ പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ടത്, ഞങ്ങൾക്ക് നഷ്ടമായ 2000 വർഷമായി നഷ്ടപ്പെട്ട മണ്ണിലേക്ക് ഞങ്ങൾക്ക് പ്രവേശനം തരണം. സ്വന്തം മണ്ണ് നഷ്ടപ്പെട്ടവർ പ്രവേശനം ചോദിച്ചു.
വരണ്ട എന്ന് പറഞ്ഞുകൊണ്ട് വരുവാൻ തുടങ്ങി. 1000, 2000, 3000 പേര് വന്നപ്പോൾ വിട്ടം പറഞ്ഞു മതി, ഇനി നിൽക്ക്. ഒന്നാം ലോകമഹായുദ്ധത്തിൽ വൈസ്മാന ബുദ്ധിയാൽ ദൂതവർഗത്തിന് 2000 വർഷമായി നഷ്ടപ്പെട്ട മണ്ണിലേക്ക് പ്രവേശനം കിട്ടി. വീണ്ടും ദൈവം പറഞ്ഞു, മീൻ പിടിച്ചക്കാരെ വിട്ട് ചൂണ്ടൽ കൊളുത്തി പിടിച്ചിട്ട് അതിൽ വഴുതിപ്പോയവര് ഞാൻ നായാട്ടുകാരെ വിട്ടുപിടിപ്പിക്കും. ആ നായാട്ടുപിടുത്തമായിരുന്നു ലോകം കണ്ട 2ാം ലോകമഹായുദ്ധം. അഥവാ 1939 മുതൽ 1945 വരെ ലോകത്തിൽ സംഭവിച്ച 2ാം ലോകമഹായുദ്ധം. ആ യുദ്ധത്തിലും ഇസ്രായേൽ ശാസ്ത്രജ്ഞന്മാരുടെ ബുദ്ധിയാൽ ലോകം ഞെട്ടിയ അതിശക്തമായ ആറ്റം ബോംബിനാൽ ഹിരോഷിമയിലും നാഗസാക്കിയിലും വർഷണം നടത്തിക്കൊണ്ട് 2ാം ലോകമഹായുദ്ധത്തിൽ ബ്രിട്ടൻ വിജയം പോയിരുന്നു. ആ വിജയിച്ചപ്പോൾ ബ്രിട്ടൻ ചോദിച്ചു, അല്ലയോ ഇസ്രായേൽ ശാസ്ത്രജ്ഞന്മാരെ, ഇതിന് പ്രതിഫലമായി എന്തു തരണം? മറുപടി, ഞങ്ങൾക്ക് ഞങ്ങളുടെ രാജ്യം സ്വതന്ത്രമാക്കി തരണം, ഞങ്ങൾക്ക് രാജ്യം വേണം, 2000 വർഷമില്ലാതെ രാജ്യം ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ ബ്രിട്ടൻ പറഞ്ഞു, പറ്റില്ല, രാജ്യം തരുവാൻ സാധ്യമല്ല. കാര്യം അവരാവശ്യപ്പെട്ടത് ഇസ്രായേൽ രാജ്യമാ. ചോദിച്ച സ്ഥലം കനാൻ ദേശമാ. ആ കനാൻ ദേശം കിടക്കുന്നത് 18 അറബി രാജ്യത്തിന് നടുക്ക. ഈ അറബി രാജ്യത്തിൽ കിടക്കുന്ന കനാൻ ദേശം ഇവർക്ക് കൊടുത്താൽ ലോകത്തിൽ സമാധാനം നഷ്ടപ്പെടും. അതുകൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇസ്രായേൽ ശാസ്ത്രജ്ഞന്മാർ അമേരിക്കയോടും റഷ്യയോടും നിർബന്ധം ചെലുത്തിയപ്പോൾ നിവർത്തികെട്ട ബ്രിട്ടൻ ഇസ്രായേലിനെ അവരവകാശമെന്ന് കൊടുക്കാമെന്ന് പറഞ്ഞു. ഇനി നിങ്ങൾ കേൾക്കണം, ബൈബിളിൽ വിശ്വാസ്യത, ബൈബിള് സത്യാവസ്ഥ. ഇസ്രായേൽ ജനത്തിനെ കൊടുക്കാമെന്ന് പറഞ്ഞു. 1948 മെയ് മാസം 14-ാം തീയതി ജൂതവർഗം രാജ്യം സ്ഥാപിക്കുകയാണ്. സംഭവിച്ചു കേൾക്കണോ? കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ബ്രിട്ടൻ ചെയ്ത തന്ത്രം ജൂതന്റെ മണ്ണിനെ 3ആയി വലിച്ചു കീറി. 1500 മൈൽ നീളമുള്ള 780 മൈൽ വീതിയുള്ള യഹൂദന്റെ മണ്ണിനെ 3ആയി വലിച്ചു കീറി. അതിൽ 20,772 ചതുരശ്ര കിലോമീറ്റർ ജൂതർക്ക് കൊടുത്തു. ഇസ്രായേൽ എന്ന് പേരിട്ടുകൊണ്ട് 6,220 കിലോമീറ്റർ ചതുരശ്ര കിലോമീറ്റർ പലസ്തീൻ എന്ന് പേരിട്ടുകൊണ്ട് യോർദാന് കൊടുത്തു. 622 ചതുരശ്ര കിലോമീറ്റർ ആർക്കും കൊടുക്കാതെ മാറ്റിക്കിട്ടു. ആ മാറ്റിയിട്ട പ്രദേശത്തിന്റെ പേരാ യെരൂശലേം. കണ്ടോ? ഇസ്രായേൽ, പലസ്തീൻ, യെരൂശലേം അങ്ങനെ 3ആയി വീതിച്ചു. അതിൽ ലഭിച്ച മണ്ണിൽ 1948 മെയ് മാസം 14-ാം തീയതി കുടിയേറ്റിക്കൊണ്ട് യഹൂദൻ രാജ്യം സ്ഥാപിച്ചു. 2000 വർഷം ഇല്ലാതിരുന്ന ലോകത്തിൽ ചുരുങ്ങിപ്പോയവർ രാജ്യം സ്ഥാപിച്ചു. ആ സ്ഥാപിച്ച രാജ്യത്തിന്റെ സ്ഥാപനത്തിന് മുഖാന്തരമായ യുദ്ധമാണ് 2ാം ലോകമഹായുദ്ധം. 1ാം ലോകമഹായുദ്ധത്താൽ ജൂതൻ മണ്ണിൽ കാലുകുത്തി. 2ാം ലോകമഹായുദ്ധത്താൽ അവൻ രാജ്യം സ്ഥാപിച്ചു. പക്ഷെ ബൈബിൾ പറയുന്നു, ഒരു 3ാം ലോകമഹായുദ്ധം ഈ ലോകത്തിൽ സംഭവിക്കും. 1ാം ലോകമഹായുദ്ധം സംഭവിക്കുമെന്ന് പറഞ്ഞതുപോലെ സംഭവിച്ചു. 2ാം ലോകമഹായുദ്ധം സംഭവിക്കുമെന്ന് പറഞ്ഞു, സംഭവിച്ചു. 3ാം ലോകമഹായുദ്ധം സംഭവിക്കുമെന്ന് ബൈബിൾ പറയുന്നു, അതും സംഭവിക്കും. ഇതുവരെ അത് സംഭവിച്ചിട്ടില്ല. താമസമില്ല, അത് സംഭവിക്കാൻ പോകുക. 3ാം ലോകമഹായുദ്ധം സംഭവിക്കും മുൻപ് മറ്റൊരു കാര്യം നടക്കണം, മറ്റൊരു സംഭവം നടക്കണം. അത് മറ്റൊന്നുമല്ല, മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി മനുഷ്യനായി അവതരിച്ച യേശു ക്രിസ്തു മരണത്തെ വരിച്ച് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്ന് സ്വർഗത്തിൽ വസിക്കുന്നു. താൻ സ്വർഗാരോഹണം ചെയ്യാൻ നേരത്ത് ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, ഞാൻ പോയതുപോലെ വീണ്ടും വരും. യേശു ക്രിസ്തു
വിഷയം കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരണം. പ്രിയമുള്ളവരെ, ക്രിസ്തുമസ് ആഘോഷിക്കുന്ന, ക്രിസ്തുമസിനെ കൊണ്ടാടുന്ന ക്രൈസ്തവ സ്നേഹിത വാത്സല്യ പ്രിയമുള്ളവരെ, ഞാൻ തുറന്നു പറയട്ടെ, ക്രിസ്തുവിന്റെ ജനനം നീ കൊണ്ടാടിയാൽ പോരാ. ക്രിസ്തു ജനിച്ചുവെന്ന് നീ പറഞ്ഞ പോരാ. ക്രിസ്തുമസ് ആഘോഷിച്ച പോരാ. യേശു ക്രിസ്തു വീണ്ടും വരുമ്പോൾ ആ വരവിൽ നീ കൈവിടപ്പെട്ടു പോകാതെ ചേർക്കപ്പെടുവാൻ കഴിയണം. ചേർക്കപ്പെടുവാൻ കഴിയണമെങ്കിൽ ഒന്ന്, നീ ക്രിസ്തുവിനെ നിന്നിൽ ജനിപ്പിക്കണം. ക്രിസ്തുമസ് എന്ന് പറഞ്ഞ ക്രിസ്തു ജനിച്ച ദിവസം, ക്രിസ്തു ജനിച്ച ദിവസം, ക്രിസ്തു ജനിച്ചെന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ ദിവസങ്ങൾ ഓരോരുത്തരും ക്രിസ്തുമസ് പാട്ടുകൾ പാടുന്നില്ലേ, പരിപാടികൾ നടത്തുന്നില്ലേ? ഈ നടത്തുന്നവരോട് ചോദിച്ചേ, നിങ്ങളിൽ ക്രിസ്തു ജനിച്ചിട്ടുണ്ടോ? നിങ്ങളിൽ ക്രിസ്തു ജനിച്ചിട്ടുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, ഞാൻ ക്രിസ്തുവിനെ കുറിച്ച് പാടുന്നു, ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കുന്നു, എന്നിൽ ക്രിസ്തു ഇല്ലെങ്കിൽ അതുകൊണ്ട് വല്ല അർത്ഥമുണ്ടോ? ക്രിസ്ത്യാനി എന്ന വാക്കിന്റെ അർത്ഥം, ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ മതമല്ലെന്നേ. ക്രിസ്ത്യാനി ജാതിയല്ല, ക്രിസ്ത്യാനി വർഗമല്ല, ക്രിസ്ത്യാനി അനുഭവമാ. ക്രിസ്ത്യാനി ക്രിസ്തുവിനെ അനുഗമിക്കുന്നവൻ, ക്രിസ്തുവിനെ അനുഗമിക്കുന്നവൻ ക്രിസ്ത്യാനി. അതിൽ ഹിന്ദു കാണാം, ഇസ്ലാം കാണാം, ബുദ്ധൻ കാണാം, ജൈനൻ കാണാം. ക്രിസ്തുവിനെ അനുഗമിക്കുന്നവൻ ക്രിസ്ത്യാനി. എന്താ ക്രിസ്തുവിനെ അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ? എന്റെ പേര് ജെയിംസ് എം പോൾ എന്ന, ഞാൻ പോകുമ്പോൾ എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ പോകുന്ന വഴിയിൽ കൂടി വരണം. ക്രിസ്തുവിനെ അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ വഴിയെ പിന്തുടരണം. ക്രിസ്തു മദ്യപിച്ചിട്ടില്ല, ക്രിസ്തു ബീഡി വലിച്ചിട്ടില്ല, ക്രിസ്തു വടിയുണ്ടാക്കാൻ പോയിട്ടില്ല, ക്രിസ്തു മോഷ്ടിക്കാൻ പോയിട്ടില്ല. ക്രിസ്ത്യാനി മദ്യപിക്കാൻ പാടില്ല, ക്രിസ്ത്യാനി പുകവലിക്കാൻ പാടില്ല, ക്രിസ്ത്യാനി പാപത്തിലേക്ക് വീഴാൻ പാടില്ല. ക്രിസ്തുവിനെ അനുഗമിക്കുന്നവൻ ക്രിസ്ത്യാനി. Praise the Lord. Praise the Lord. ഞാൻ നിങ്ങൾക്ക് ഒരു കണക്ക് പറഞ്ഞു തരാം. ഞാൻ ഇത് പറഞ്ഞത് ചുമ്മാതല്ല, ഒരു കണക്ക് ഞാൻ പറയാം. ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ മദ്യപിക്കുന്ന ക്രിസ്ത്യാനികളാണ്. ഏറ്റവും കൂടുതൽ ക്രിസ്തു ജനിക്കുമ്പോൾ ക്രിസ്തുമസ് ആഘോഷിച്ച് കുടിച്ചുകൊണ്ട്, ക്രിസ്തു മരിച്ചതിന് കഷ്ടാനുഭവം കുടിച്ചുകൊണ്ട്, ക്രിസ്തുവിന്റെ പേര് പറഞ്ഞുകൊണ്ട്, ക്രിസ്തുമസിന് ആഘോഷത്തിന് തീവ്രപ്പായി മദ്യശാലകൾ തുറക്കുന്നു. കോടിക്കണക്കിന് മദ്യം ഒഴുകുക, കോടിക്കണക്കിന് മദ്യം ഒഴുകുകയാ. എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ള മക്കളെ, ഈ ലോകത്തിൽ ആത്മഹത്യകൾ പെരുകുവാൻ, സ്ത്രീപീഡനം പെരുകുവാൻ, പെൺവാണിഭം പെരുകുവാൻ, മയക്കുമരുന്നുകൾ പെരുകുവാൻ, ഇതൊക്കെയും കാരണമായി തീർന്നിരിക്കുന്നത് നിങ്ങൾ പഠിക്കണം. ഇതിലൊക്കെയും വല്ലാത്ത ദുർവിധികൾ സംഭവിക്കുക. 2022 കണക്കിൽ 4053 പിടിച്ചുപറികൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 2022 കണക്കനുസരിച്ച് 16,473 ഭവന ഭേദനങ്ങൾ ഇവിടെ സംഭവിച്ചു. കേരളത്തിലെ കാര്യമാണ് സംഭവിച്ചിട്ടുണ്ട്. 15 ബാങ്ക് കൊള്ളകൾ നടന്നിട്ടുണ്ട്. 25,646 മോഷണങ്ങൾ ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 2,882 ബലാത്സംഗം നടന്നിട്ടുണ്ട്. 4,253 സ്ത്രീ പീഡന കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 1,892 കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്. 6,763 രാഷ്ട്രീയ സംഘടനകൾ ഇവിടെ നടന്നിട്ടുണ്ട്. 7,500 റോഡ് അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇതിനെല്ലാം കണക്ക് കൂട്ടിയിട്ട് ലോകത്തിലെ ആരോഗ്യ സംഘടന കൊടുത്തേക്കുന്ന ലിസ്റ്റിൽ എന്റെ കൈവശം ഇരിപ്പുണ്ട്. അതിൽ കൊടുത്തേക്കുന്നത് ഇതിൽ ഏറ്റവും കൂടുതൽ സംഭവിച്ച മദ്യത്തിന്റെ ഭവിഷ്യത്ത് കൊണ്ട്, മയക്കുമരുന്നിന്റെ ഭവിഷ്യത്ത് കൊണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഞാൻ ചോദിക്കട്ടെ, നിന്റെ പേര് ക്രിസ്ത്യാനി എന്ന, നിന്നെ അറിയപ്പെട്ട
അറിയപ്പെടുന്ന ക്രിസ്ത്യാനി എന്ന നീ പോകുന്ന ക്രിസ്തീയ പള്ളിയില നീ പാട്ടുപാടുന്ന ക്രിസ്തുവിനെ കുറിച്ച്, നീ പ്രസംഗിക്കുന്ന ക്രിസ്തുവിനെ കുറിച്ച്, പക്ഷെ നിന്റെ ജീവിതത്തിൽ ക്രിസ്തുവുണ്ടോ? നിന്നിൽ ക്രിസ്തു ജനിച്ചിട്ടുണ്ടോ? ക്രിസ്തുമസ് ആഘോഷിച്ച് ഡിസംബർ 25-ാം തീയതി യേശു ജനിച്ചുവെന്ന് ആഘോഷിക്കുന്ന ക്രൈസ്തവ സ്നേഹിത, എന്റെ ചോദ്യം, ക്രിസ്തു ജനിച്ചു സത്യമാ, ക്രിസ്തു ജനിച്ചു അത് സത്യമാ, പക്ഷെ നിന്നിൽ ക്രിസ്തു ജനിച്ചിട്ടുണ്ടോ? ഇല്ലേ? നിനക്കത് ക്രിസ്തുമസ് അല്ല. എന്റെ ബർത്ത്ഡേ എന്ന് പറഞ്ഞ എന്തുവാ? ഞാൻ ജനിച്ച ദിവസം ഒരാൾ ആഘോഷിക്കണമെങ്കിൽ ആ വ്യക്തിക്ക് എന്നോട് ബന്ധമുണ്ടാകണം, എന്നോട് കൂറുണ്ടാകണം, എന്നെ സ്നേഹിക്കുന്നവരാകണം. ഇല്ലെങ്കിൽ അവരുടെ ബർത്ത്ഡേ ആഘോഷിക്കത്തില്ല. യേശുവിനെ ജന്മം ആഘോഷിക്കുന്ന ക്രിസ്ത്യാനി നീ മദ്യപിക്കുന്ന വ്യക്തിയാണെങ്കിൽ നീ ഒരിക്കൽ പോലും ക്രിസ്തുവിനെ അംഗീകരിക്കുന്ന വ്യക്തിയല്ല. നീ പുകവലിക്കണമെങ്കിൽ നീ ക്രിസ്തുവിനെ അംഗീകരിക്കുന്ന വ്യക്തിയല്ല. ക്രിസ്ത്യാനിസമ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ കഴിയണം. ക്രിസ്തു പോയ വഴിയിൽ എന്താ ക്രിസ്തുവിനെ അനുഗമിക്കാന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കണം. ഒന്ന്, നീ ക്രിസ്തുവിൽ നിന്നെ കൊടുക്കണം. അതിന് വിശുദ്ധ ബൈബിളിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണണം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ അറിയുന്നവൻ, ക്രിസ്ത്യാനി ആയവൻ, ക്രിസ്തുവെ എന്ന് വിളിക്കുന്നവൻ, അവന്റെ പേര് ജീവപുസ്തകത്തിൽ ചേർക്കപ്പെടണം. ഞാൻ അതിനൊന്നുകൂടി പറയാം. ഒരു നായർ അറിയപ്പെടുന്ന നായർ എന്ന, ഒരു നാടാൻ അറിയപ്പെടുന്നത് നാടാരെന്ന. ഏതൊരു ജാതിയും ആ ജാതി പേരിൽ അറിയപ്പെടും. ക്രിസ്ത്യാനിയും അറിയപ്പെടേണ്ടത് ക്രിസ്തുവിൽ കൂടിയാ. ക്രിസ്തുവിൽ കൂടി അറിയപ്പെടണമെങ്കിൽ നിന്റെ പേരെഴുതേണ്ട ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിന്റെ പേരാ ജീവപുസ്തകം. ബൈബിൾ പറയുന്നു, ജീവപുസ്തകത്തിൽ പേര് എഴുതപ്പെടണം. എന്താ ജീവപുസ്തകം? ജനിച്ചവന്റെ പേര് ജനന രജിസ്റ്ററിലുണ്ട്, മരിച്ചവന്റെ പേര് മരണ രജിസ്റ്ററിലുണ്ട്, വിവാഹം കഴിച്ചവന്റെ പേര് വിവാഹ രജിസ്റ്ററിലുണ്ട്. ഈ ലോകത്തിലെ എല്ലാം ഓരോ രജിസ്റ്ററിൽ ചേർത്തിട്ടുണ്ട്. ജീവപുസ്തകം എന്ന് പറഞ്ഞാൽ ജീവിതം പ്രാപിച്ചവന്റെ പേരാണ് ജീവപുസ്തകത്തിൽ ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ ജീവപുസ്തകത്തിൽ ആരുടെ പേരുണ്ട്? എബ്രായ ലേഖനത്തിൽ ബൈബിളിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ജീവപുസ്തകത്തിൽ പേരുള്ള ആദിജാതന്മാരുടെ സഭയ്ക്ക്. അപ്പൊ ജീവപുസ്തകത്തിൽ ഒരുവന്റെ പേരുണ്ടാകണമെങ്കിൽ അവൻ ആദിജാതന്മാരാകണം. ആദിജാതന്മാരാകണം. ആദിജാതൻ എന്ന് പറഞ്ഞാൽ ആദിജാതന്മാരാകണമെങ്കിൽ ആദിജാതനിൽ നിന്ന് ജനിക്കണം. നായരിൽ നിന്ന് ജനിച്ചാൽ നായരായി, അയ്യരിൽ നിന്ന് ജനിച്ചാൽ അയ്യരായി, നാടാരിൽ നിന്ന് ജനിച്ചാൽ നാടാറായി. ഇതുപോലെ ആദിജാതനിൽ നിന്ന് ജനിച്ചാൽ ആദിജാതന്മാരായി. എങ്കിൽ ആദിജാതനാരാ? വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 5-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, അവൻ മരിച്ചവരിൽ ആദിജാതനും ഭൂരാജാക്കന്മാർക്ക് അധിപനുമായ യേശു ക്രിസ്തു. അപ്പൊ ആദിജാതനാരാ? കർത്താവായ യേശു ക്രിസ്തു. ആദിജാതന്മാരാരാ? യേശു ക്രിസ്തുവിൽ ജനിച്ചവർ. അപ്പൊ യേശു ക്രിസ്തുവിൽ ജനിച്ചവരുടെ പേരാണ് ജീവപുസ്തകത്തിൽ എഴുതുന്നത്. യേശു ക്രിസ്തുവിൽ ജനിക്കുക എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കിൽ ഉത്തരം തരാൻ ബുദ്ധിമുട്ടാ. എങ്കിലും പറയാം, യേശു ക്രിസ്തുവിൽ ജനിക്കുക എന്ന് പറഞ്ഞാൽ മാനസാന്തരപ്പെടണം. മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ മാനസാന്തരത്തിലെ ഒരു വ്യക്തിയിൽ 8 കാര്യം നടക്കണം. ഒരു മനുഷ്യനിൽ 8 കാര്യം നടക്കണം. അതിൽ 4 കാര്യം ഓരോ വ്യക്തികൾ ചെയ്യണം. 4 കാര്യം അവർക്ക് വേണ്ടി ദൈവം ചെയ്യണം. മനുഷ്യൻ ചെയ്യേണ്ട 4 കാര്യം: 1, പശ്ചാത്തപിക്കണം. 2,
മാപ്പിരക്കണം. 3 ഉപേക്ഷിക്കണം. 4 സ്വീകരിക്കണം. എന്താ ഇതിന്റെ അർത്ഥം? പശ്ചാത്തപിക്കെന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ട് കാണാൻ പാടില്ല കണ്ടതോർത്ത്, ചെവി കൊണ്ട് കേൾക്കാൻ പാടില്ലാതെ കേട്ടതോർത്ത്, നാവ് കൊണ്ട് പറയാൻ പാടില്ലാതെ പറഞ്ഞതോർത്ത്, കൈ കൊണ്ട് പ്രവർത്തിക്കാൻ പാടില്ലാതെ പ്രവർത്തിച്ചതോർത്ത്, കാലുകൊണ്ട് നടക്കാൻ പാടില്ലാത്ത വഴിയിൽ കൂടി നടന്നതോർത്ത്, ശരീരം കൊണ്ട് ചെയ്യാൻ പാടില്ലാതെ ചെയ്തതോർത്ത്. എന്ന് പറഞ്ഞാൽ ദൈവം ഇഷ്ടപ്പെടാതെ നിന്റെ ശരീരം കൊണ്ടോ മനസ്സുകൊണ്ടോ നീ ചെയ്തു കൂട്ടിയ സകല തെറ്റുകളും ഓർത്ത് ദൈവ സന്നിധിയിൽ നീ പൊട്ടിക്കരയണം. ഈ ലോകത്തിൽ ഏറ്റവും വലിയ വേദന ഞാൻ മനസ്സിലാക്കിയത്, പഠിച്ചു മനസ്സിലാക്കിയത്, പ്രസവ വേദനയെന്ന ഒരമ്മ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുന്ന വേദനയാണ് ഈ ലോകത്തിൽ ഏറ്റവും വലിയ വേദനയെന്ന ഞാൻ തിരിച്ചറിയാൻ കഴിയുന്നത്. അനുഭവിച്ച സഹോദരിമാരുടെ ഇരിപ്പുണ്ട്. ഒരു മരണപ്രഹാള വേദനയാ. അതിനേക്കാൾ വേദന വേണം പാപബോധത്തിൽ കരയുമ്പോൾ, കാണാൻ പാടില്ലാതെ കണ്ടതോർത്ത്, ചെയ്യാൻ പാടില്ലാതെ ചെയ്തതോർത്ത്, പ്രവർത്തിക്കാൻ പാടില്ലാതെ പ്രവർത്തിച്ചതോർത്ത് നീ പൊട്ടിക്കരയണം. അങ്ങനെ നിലവിളിച്ചിട്ട് ചെയ്ത മുഴുവൻ പാപത്തെയും യേശുവിനോട് ഏറ്റുപറയണം. അനന്തരം ഏറ്റുപറയപ്പെട്ട പാപത്തെ എന്നേക്കുമായി ഉപേക്ഷിക്കണം. ഉപേക്ഷിച്ചനന്തരം യേശു ക്രിസ്തുവിനെ കർത്താവായി, ദൈവമായി, പിതാവായി, രക്ഷകനായി, രക്ഷിതാവായി ജീവിതത്തിലേക്ക് സ്വീകരിക്കണം. അങ്ങനെ ഒരു മനുഷ്യനിൽ 4 കാര്യം നടക്കുമ്പോൾ അവനു വേണ്ടി ദൈവം 4 കാര്യം ചെയ്യും. 1, അവന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ ദൈവം എഴുതും. 2, അവനെ മക്കളാക്കി മാറ്റും. 3, അവനെ പരിശുദ്ധയാത്മാവിൽ മുദ്ര ചെയ്യും. 4, സ്വർഗീയ പൗരത്വം കുറിച്ച് ദൈവം അവനെ അനുഗ്രഹിക്കും. അവന്റെ പേരാണ് മാനസാന്തരപ്പെട്ടവൻ. ഈ മാനസാന്തരപ്പെടാച്ച ഒരൊറ്റ എണ്ണം പോലും ക്രിസ്ത്യാനി എന്ന പേരിന് അർഹർ അല്ല. 1, മാനസാന്തരപ്പെടുക. 2, മാനസാന്തരപ്പെട്ടവൻ രക്ഷാ നിർണയം പ്രാപിക്കണം. യേശുവിനെ കർത്താവെന്ന് സ്വീകരിക്കുമ്പോൾ രക്ഷിക്കപ്പെട്ടു. ഈ വക്രതയും കോട്ടമുള്ള തലമുറയിൽ നിന്ന് ദിനം പ്രതി രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കണം. മരിക്കും വരെ, മരണം വരെ വിശ്വസ്തയോടെ നിന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. അങ്ങനെ രക്ഷിക്കപ്പെട്ടവൻ, മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ടവൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധയാത്മാവിന്റെ നാമത്തിൽ വെള്ളം തളിച്ചല്ല, വെള്ളം തുളച്ചല്ല, വെള്ളം കുറഞ്ഞല്ല, വെള്ളത്തിൽ മുങ്ങി വിശ്വസിച്ച് സ്നാനമേൽക്കണം. മാനസാന്തരപ്പെട്ട് രക്ഷാനിർണയം പ്രാപിച്ച് വിശ്വസിച്ച് സ്നാനമേറ്റവർ പരിശുദ്ധാത്മാഭിഷേകത്തോടെ, അന്യഭാഷ അടയാളത്തോടെ, സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ഈ കുഞ്ഞുങ്ങൾ ആരാധിച്ചതുപോലെ ആരാധിക്കണം. അങ്ങനെ ആരാധിക്കുന്ന അവരുടെ പേരാണ് ദൈവത്തിന്റെ മക്കൾ. ആ ദൈവ മക്കളെ ചേർക്കുവാൻ എന്റെ യേശു വീണ്ടും വരും. ആ വരവാണ് യേശുവിന്റെ വീണ്ടും വരവ്. ആ വരവിന് ശേഷമായി നടക്കേണ്ട യുദ്ധമാണ് 3-ാം ലോകമഹായുദ്ധം. 9 മണിയായി. ഈ കൺവെൻഷൻ തീർക്കേണ്ട സമയമായി. 3-ാം ലോകമഹായുദ്ധത്തിലേക്ക് തൊടുവാൻ പോലും സമയം എന്നെ അനുവദിക്കുന്നില്ല. എങ്കിലും അവസാനിപ്പിക്കേണ്ടതിന് ചില വാക്കുകൾ മാത്രം ഓർപ്പിക്കാം. താമസമില്ല, ഈ ലോകത്തിൽ ഒരു മഹായുദ്ധം നടക്കും. ഈ വിശുദ്ധ ബൈബിളിൽ അത് ഓർപ്പിച്ചിട്ടുണ്ട്. എഹെസ്കേൽ പ്രവാചക പുസ്തകം 38-ാം അധ്യായം 1 മുതൽ ചില വാക്യങ്ങൾ പെട്ടെന്ന് വായിച്ച് ഞാൻ അവസാനിപ്പിക്കാം. എഹെസ്കേൽ പ്രവചനം 38-ാം അധ്യായം 1 മുതൽ ചില വാക്യങ്ങൾ വേഗത്തിൽ വായിച്ചാട്ടെ. ഈ ലോകത്തിൽ വരാൻ പോകുന്ന 3-ാം ലോകമഹായുദ്ധത്തെ കുറിച്ച് പ്രവചിച്ചിരിക്കുന്ന പ്രവചനമാണ്
ഒന്നാം ലോകമഹായുദ്ധം ലോകം കണ്ടു. 1914 മുതൽ 18 വരെ ലോകം കണ്ടു. രണ്ടാം ലോകമഹായുദ്ധം ബൈബിൾ പറഞ്ഞു അത് ലോകം കണ്ടു. 1939 മുതൽ 45 വരെ ലോകമത് കണ്ടു. താമസമിന ലോകത്തിൽ സംഭവിക്കാൻ പോകുന്ന മൂന്നാം ലോകമഹായുദ്ധത്തെ കുറിച്ച് വർഷങ്ങൾക്ക് മുൻപ്, നൂറ്റാണ്ടുകൾക്ക് മുൻപ് ദൈവത്തിന്റെ വചനത്തിൽ ബൈബിളിൽ ചേർത്തിരിക്കുന്നു. യെഹെസ്കേൽ പ്രവചനം 38-ാം അധ്യായം 1 മുതൽ വായിക്കുന്നു. ശ്രദ്ധിക്കുക. യഹോവയുടെ അരുളപ്പാട്, യഹോവയായ ദൈവത്തിന്റെ അരുളപ്പാട് എനിക്ക് ഉണ്ടായത് എന്തെന്നാൽ, മനുഷ്യപുത്ര, രോഷ്, മേശക്, തൂബൽ എന്നിവയുടെ പ്രഭുവായ മാഗോഗ് ദേശത്തിന്റെ ഗോഗിന്റെ നേരെ നീ മുഖം തിരിച്ച് അവനെ കുറിച്ച് പ്രവചിച്ചു പറയേണ്ടത് എന്തെന്നാൽ, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, രോഷ്, മേശക്, തൂബൽ എന്നിവയുടെ പ്രഭുവായ ഗോഗേ, ഞാൻ നിനക്ക് വിരോധമായി, ദൈവം നിനക്ക് വിരോധമായിരിക്കുന്നു. ഞാൻ നിന്നെ വഴി തെറ്റിച്ച് നിന്റെ താടിയിൽ ചൂണ്ടൽ കൊളുത്തി നിന്നെയും നിന്റെ സകല ശൈലത്തെയും കുതിരകളെയും ഒട്ടൊഴിയാതെ സർവായുധം ധരിച്ച കുതിരക്ഷേപകരെയും ഒട്ടൊഴിയാതെ വാളും പരിചയും പലകയും എടുത്തവരുമായി സമൂഹത്തെയും അവരോടുകൂടെ ഒട്ടൊഴിയാതെ പരിചയം തലക്കോരിക ധരിച്ച പാർസികൾ, കൂത്യർ, ഗോമേറും അവന്റെ എല്ലാ പടക്കൂട്ടങ്ങളും വടക്കേയറ്റത്തിൽ തോകർമ്മഗ്രഹങ്ങളും. മതിമോനെ, ഇത് വായിച്ചാൽ നിങ്ങൾക്ക് ഒന്നും പിടി കിട്ടൂല, ഒന്നും മനസ്സിലാകില്ല. നിങ്ങൾ ഓർക്കും എന്തൊക്കെ ബൈബിൾ കൊടുത്തേക്കണേ. കേട്ടോ, നൂറ്റാണ്ടുകൾക്ക് മുൻപ് മൂന്നാം ലോകമഹായുദ്ധത്തിൽ ഒന്നിക്കാൻ പോകുന്ന രാജ്യങ്ങളുടെ പേരായി എഴുതി വെച്ചേക്കണേ. ഈ പേരെഴുതുമ്പോൾ ഈ രാജ്യങ്ങൾ പലതും ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ ദൈവം പറയുന്നു ഈ രാജ്യങ്ങൾ ഉണ്ടാകുകയും ഈ രാജ്യങ്ങൾ ലോകത്തിൽ ഒരു ശക്തിയായി മാറുകയും ചെയ്യും. അങ്ങനെ ലോകത്തിൽ രാജ്യങ്ങൾ രണ്ട് ചേരിയിലേക്ക് തിരിയും. ആ രണ്ട് ചേരികൾ തമ്മിൽ നടക്കാൻ പോകുന്ന യുദ്ധമാണ് മൂന്നാം ലോകമഹായുദ്ധം. അതിലൊരു ചേരിയിൽ ആരൊക്കെ? അതാ വായിച്ചത്, രോഷ്, മേശക്, തൂബൽ. ഇത് അന്നത്തെ പേരാ. നിങ്ങൾ നെറ്റിൽ അടിച്ചിട്ട് ഗൂഗിളിൽ നോക്കിയിട്ട് ഈ പേരൊന്ന് സെർച്ച് ചെയ്യണം. സെർച്ച് ചെയ്യുമ്പോൾ ഇന്നത്തെ പേര് കിട്ടും. രോഷ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ റഷ്യ. രോഷ്, മേശക്, തൂബൽ. രോഷ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ റഷ്യ. തൂബൽ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ആധുനിക ടർക്കി. അവരോട് കൂടെ റഷ്യക്ക് കിഴക്ക് ഭാഗത്തായി കിടക്കുന്ന രാജ്യങ്ങൾ. മേശക് എന്ന് പറഞ്ഞാൽ മോസ്കോ, സൈബീരിയ ഭാഗങ്ങൾ. അപ്പൊ നൂറ്റാണ്ടുകൾക്ക് മുൻപ് മൂന്നാം ലോകമഹായുദ്ധത്തിൽ വരാൻ പോകുന്ന ചേരികൾ ഓർപ്പിക്കുക. എന്നിട്ട് പറയുന്നു അവർക്ക് ഒരു ലീഡർ ഉണ്ടാകും. ആ ലീഡറിന്റെ പേര് ബോഗ് എന്ന്. ബോഗ് എന്ന് പറഞ്ഞാൽ റഷ്യയെ സൂചിപ്പിക്കുക. റഷ്യയുടെ മുൻപിൽ ഒരു വൻ ശക്തിയായി ഒരു മനുഷ്യൻ എഴുന്നേൽക്കും. എന്നിട്ട് പറയുന്നു മാഗോഗ് ദേശങ്ങൾ അവർക്ക് സപ്പോർട്ട് ചെയ്യും. മാഗോഗ് ദേശങ്ങൾ മംഗോളിയൻസ്, ഒന്നുകൂടി പറഞ്ഞ സിത്യൻസ് രാജ്യങ്ങൾ. സിത്യൻസ് രാജ്യങ്ങളാണ് മാഗോഗ് ദേശം എന്ന് പറഞ്ഞാൽ തുർക്കിസ്ഥാൻ, തജാക്കിസ്ഥാൻ, കസാക്കിസ്ഥാൻ, ഉൾഫാക്കിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, തൈവാൻ, ജപ്പാൻ, ചൈന, കൊറിയ. ഈ രാജ്യങ്ങളാണ് മാഗോഗ് ദേശം, സിത്യൻസ് രാജ്യം. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ബൈബിൾ പറയുന്നു മൂന്നാം ലോകമഹായുദ്ധത്തിന് റഷ്യയോട് ചേർന്ന് മോസ്കോ, സൈബീരിയ, ടർക്കി, അവരോടുകൂടെ തുർക്കിസ്ഥാൻ, തജാക്കിസ്ഥാൻ, കസാക്കിസ്ഥാൻ, ഉർഫാക്കിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, തൈവാൻ, ജപ്പാൻ, ചൈന ഇവർ ചേരും. ആ ചേരുന്ന കൂട്ടത്തോടെ വീണ്ടും വാക്കുണ്ട് അവരോടുകൂടെ
പാർസികൾ ചേരും. പാർസികൾ ഇറാൻ, ഇന്നത്തെ ഇറാനിയ പാർസികൾ എന്ന് വിളിക്കുന്ന പാർസികൾ. അടുത്ത കൂഷ്യർ. കൂശ്യ എന്ന് പറഞ്ഞാൽ 2 രാജ്യങ്ങളാ. ഒന്ന് എത്യോപ്യ, 2 സുഡാൻ. എത്യോപ്യ എന്ന് പറഞ്ഞത് ബൈബിളിൽ 2 ഭാഗം എടുത്തു പറയുന്നു. ഹിന്ദു ദേശം മുതൽ കൂശു ദേശം വരെ ഭരിച്ച രാജാവ്. ഹിന്ദു ദേശം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യ രാജ്യം. കൂശു ദേശം എന്ന് പറഞ്ഞാൽ എത്യോപ്യ. അപ്പൊ എത്യോപ്യ മുതൽ ഇന്ത്യ വരെയുള്ള രാജ്യങ്ങൾ 2 ചേരിയിലേക്ക് മാറും. ശ്രദ്ധിക്കണം, ഇത് ബൈബിൾ പ്രവചനമാ. ബൈബിൾ പ്രവചനം മാറില്ല. ആകാശം മാറും, ഭൂതലം മാറും, ദൈവത്തിന്റെ വചനത്തിനോ മാറ്റം സംഭവിക്കത്തില്ല. റഷ്യ ജനിക്കും മുൻപ് ബൈബിൾ പറഞ്ഞു 3ാം ലോകമഹായുദ്ധത്തിൽ ഒരു വൻശക്തി അകൻ പോകുന്നത് റഷ്യ ആയിരിക്കും. അവരോടുകൂടെ ഇറാൻ കൂട്ടുകൂടും. അവരോടുകൂടെ ഒരു കൂട്ടം രാജ്യങ്ങൾ ചേരും. തീർന്നില്ല, അറബ് രാജ്യങ്ങൾ 2 ചേരിയിലേക്ക് മാറുമെന്ന് ബൈബിൾ പ്രവചിക്കുന്നു. ദൈവമക്കളെ, ഞങ്ങൾ ഈ ബൈബിളിനെ ഇത്ര നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ കാര്യമെന്നറിയാമോ? ഈ പുസ്തകം പറയുന്നത് നടക്കത്തുള്ളൂ. ഈ പുസ്തകം പറയുന്നത് സംഭവിച്ചിരിക്കും. അതാ ഞാൻ ആദ്യം പറഞ്ഞത്. 1ാം ലോകമഹായുദ്ധം ബൈബിൾ പറഞ്ഞതുപോലെ സംഭവിച്ചു. 2ാം ലോകമഹായുദ്ധം ബൈബിൾ പറഞ്ഞതുപോലെ സംഭവിച്ചു. 3ാം ലോകമഹായുദ്ധവും ബൈബിൾ പറയുന്നത് പോലെ സംഭവിക്കാൻ പോകുക. അവരോടുകൂടെ ഒരു കൂട്ടം ജനം, ഒന്ന് പാർസികൾ, ഇറാൻ, 2 കൂഷ്യർ, എത്യോപ്യ, സുഡാൻ രാജ്യം. അടുത്ത വായിക്കുന്നു ഗോബർ എന്ന് പറഞ്ഞ ജർമ്മനി, ടർക്കിയുടെ മധ്യഭാഗങ്ങൾ. 3ാമത് പറയുന്നു ഭോഗർമഗ്രഹം, തുർക്കിയുടെ ഭാഗങ്ങൾ. ഇത്രയും രാജ്യങ്ങൾ ഒരു ചേരിയിലേക്ക് വരുമ്പോൾ അവരോടുകൂടെ മറ്റൊരു പക്ഷം ചേരും. അറബ് രാജ്യങ്ങളിൽ ഷിയ രാജ്യങ്ങൾ. അറബികൾ 2 വിഭാഗമാ. ഒന്ന് ഷിയാകളും 2 സുന്നികളും. അതിൽ ഷിയ വിഭാഗം ഒരു ഭാഗമായി തിരിഞ്ഞ് റഷ്യയോട് ചേരും. ഷിയ രാജ്യങ്ങൾ തുർക്കി, ഇറാൻ, ലെബനോൻ, സിറിയ, ബഹ്റൈൻ, അതിന് ചില ഭാഗങ്ങൾ. ഈ ഭാഗങ്ങളെല്ലാം അറബി രാജ്യങ്ങൾ ചേർന്ന് റഷ്യയോട് ചേരും. ഇത് ബൈബിൾ പ്രഖ്യാപിക്കുന്ന വചനമാ. 2, ഇവർക്കെതിരായി ഒരു ശക്തി രൂപപ്പെടും. ആരാണവർ? യെഹെസ്കേൽ പ്രവചനം 38-ാം അധ്യായം അതിലെ 13-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു. മോനെ ഒന്ന് വായിച്ചേ. യെഹെസ്കേൽ പ്രവചനം 38-ൽ 13-ാമത്തെ വാക്യം. ശെബയും ദദാനും തർശീസ് വർത്തകരും അതിലെ സകല ബാലസിംഹങ്ങളും എന്നോട് മതി. ഈ ബൈബിള് വാക്കൊക്കെ വായിക്കുമ്പോഴേ നിങ്ങൾക്ക് പഠനം പിടികിട്ടൂല. ഈ ബൈബിൾ വാക്കുകൾ ശരിയോന്നറിയാൻ ഇന്ന് നിങ്ങൾക്ക് ആധുനികമായ കണ്ടുപിടുത്തമുണ്ട്. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്താൽ മതി, ഇതൊക്കെ കിട്ടും. ഈ വാക്കുകൾ അർത്ഥം കിട്ടും. അവിടെ വായിക്കുന്നത് കേട്ടോ. ശെബയും ദദാനും തർശീസ് വർത്തകരും റഷ്യക്കെതിരായി നിൽക്കും. റഷ്യക്കെതിരായി നിൽക്കും. ആരാ ശെബ? ശെബ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ അറബി രാജ്യങ്ങളിൽ സുന്നി വിഭാഗം. സുന്നി വിഭാഗം ആരാ? സുന്നി വിഭാഗ രാജ്യങ്ങളിൽ സൗദി, യമൻ, ഖത്തർ, ഒമാൻ, കുവൈറ്റ്, ഈ രാജ്യങ്ങൾ. നിങ്ങൾക്കറിയാമോ, ഇസ്രായേലിലേക്ക് ഇന്ത്യയിൽ നിന്ന് ഒരു ഫ്ലൈറ്റ് പോകുന്നുണ്ട്. ആ ഫ്ലൈറ്റ് പോകുന്നത് സൗദിയുടെ വ്യോമപാതയിൽ കൂടിയാ. എന്നോട് സൗദി ഇസ്രായേലിലേക്ക് ഇന്ത്യൻ ഫ്ലൈറ്റ് പോകാൻ പാത ഒരുക്കി കൊടുത്തു. സൗദി രാജാവും ഇസ്രായേലുമായി സഖ്യതയാ. ഇപ്പോൾ ഇസ്രായേൽ ഹമാസ് പ്രശ്നം നടക്കുമ്പോൾ അതിന് ഒത്തുതീർപ്പിനായി ക്രമീകരിക്കപ്പെട്ട സൗദിയും ഖത്തറുമാ. ഇതിപ്പോ നടക്കുന്ന കാര്യമാ. പക്ഷെ നൂറ്റാണ്ടുകൾക്ക് മുൻപ് ബൈബിളിൽ പറയുന്നു ഇവർ അമേരിക്കയോട് ചേർന്ന് ഇസ്രായേൽ സപ്പോർട്ട് ചെയ്യുമെന്ന്.
അതുകൊണ്ട് മക്കളെ, ഞങ്ങൾ ഈ ബൈബിളിനെ ഇത്രയും ശക്തമായി ഉയർത്തിപ്പിടിക്കുന്നത് നിങ്ങൾക്കറിയാമോ? ലോകത്തിൽ പല മതങ്ങളുണ്ട്, മതങ്ങൾക്ക് ഗ്രന്ഥങ്ങളുണ്ട്. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഈ മതഗ്രന്ഥങ്ങളിൽ ഏതെങ്കിലും ഒരു മതഗ്രന്ഥം ഒന്ന് കത്തിച്ചു നോക്കിക്കേ. ലോകത്തിലെ മതങ്ങളിൽ ഇസ്ലാം മതത്തിന്റെ ഖുർആൻ ഒന്ന് കത്തിച്ചു നോക്കിക്കേ. ഹൈന്ദവ മതത്തിലെ ചതുർവേദങ്ങൾ എടുത്തൊന്ന് കത്തിച്ചു നോക്കിക്കേ. കത്തിക്കുന്നവർ നിമിഷങ്ങൾക്കുള്ളിൽ കത്തിച്ചാരമായി മാറും. എന്ന് പറഞ്ഞാൽ അവരെ മതഗ്രന്ഥത്തെ തൊട്ടാൽ അവർ അടങ്ങിയിരിക്കത്തില്ല, അവർ തകർത്തുടയ്ക്കും. അത് സത്യമായ കാര്യമാ. എന്നാൽ ബൈബിൾ എന്ന പുസ്തകം, ഈ തിരുവെഴുത്തുണ്ടല്ലോ, നിങ്ങൾ കത്തിക്ക്, നിങ്ങൾ കീറ്, നിങ്ങൾ അതും കൊണ്ട് പോകുന്നവരെ അടിക്ക്, നിങ്ങൾ അവരെ കൊല്ല്. പക്ഷേ ഉണ്ടല്ലോ, ഈ പുസ്തകം ഉയർത്തിപ്പിടിക്കുന്നവരാരും എതിർക്കാൻ പറ്റത്തില്ല, എതിർക്കാൻ പറ്റത്തില്ല. ഈ ബൈബിൾ കത്തിച്ചെന്ന് പറഞ്ഞ് ഞങ്ങൾക്കൊന്നും സംഭവിക്കത്തില്ല, ഈ ബൈബിൾ കീറിക്കളഞ്ഞെന്ന് പറഞ്ഞ് ഞങ്ങൾക്കൊന്നും സംഭവിക്കത്തില്ല. ഞങ്ങൾ അതിനു വേണ്ടി തോക്കെടുക്കത്തില്ല, വാളെടുക്കത്തില്ല. ബൈബിൾ കത്തിക്കുന്നവരെതിരായിട്ട് ഞങ്ങൾ ഉപദ്രവം അഴിച്ചു വിടത്തില്ല. കാര്യമെന്നറിയാമോ? ഞങ്ങൾക്കറിയാം, ഇതിൽ ഒരെണ്ണം കത്തിയാൽ കത്തുന്നിടത്തൊരായിരം ഇറക്കാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് ഞങ്ങൾ ആരാധിക്കുന്നത്. അത് മാത്രമല്ല, ഈ പുസ്തകം എടുക്കുന്നവനെ അടിച്ചാൽ അടിക്കുന്നവന്റെ കൈ നാളെ ഈ പുസ്തകം ഉയർത്താൻ കൊന്നുവെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ടെന്ന്. അതാണ് ഈ പുസ്തകത്തിന്റെ മാഹാത്മ്യം, അതാണ് ഈ പുസ്തകത്തിന്റെ മാഹാത്മ്യം. ഈ പുസ്തകം കൂട്ടിയിട്ട് കത്തിച്ച രാജാക്കന്മാരുണ്ട്, ഈ പുസ്തകം കൂട്ടിയിട്ട് വെട്ടി നുറുക്കി കഷണമാക്കിയ രാജാക്കന്മാരുണ്ട്. ഈ പുസ്തകത്തെ ഒന്നിച്ചിട്ട് കത്തിച്ച് ചാരമാക്കിയതിന് പുറത്ത് കൊടി നാട്ടിയിട്ട് സുവിശേഷത്തെ പമ്പ കടത്തി വീമ്പടക്കിയവരുണ്ട്. ഈ പുസ്തകത്തെ ഭൂമിക്കകത്ത് തുടച്ചെറിയുമെന്ന് പറഞ്ഞ വോൾട്ടയറുണ്ട്, നീശലമതി വോൾട്ടയർ. ഈ പുസ്തകത്തെ ഇഞ്ചിഞ്ചാക്കി കളഞ്ഞ് ഭൂമിയിൽ നിന്ന് തുടച്ചെറിയെന്ന് പറഞ്ഞു. പക്ഷേ വോൾട്ടയർ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു, വോൾട്ടയർ മാറ്റപ്പെട്ടു. വോൾട്ടയറിന്റെ വീടും സ്വത്തും ഗവൺമെന്റ് ലേലത്തിന് വെച്ചു. ആ ലേലത്തിൽ ഒരു മിഷണറി പിടിച്ചെടുത്തു. ആ മിഷണറി ഉണ്ടല്ലോ, ബൈബിൾ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞവന്റെ വീട് ബൈബിൾ സൊസൈറ്റിയാക്കി മാറ്റി, ബൈബിൾ സൊസൈറ്റിയാക്കി മാറ്റി. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ബൈബിൾ അടിച്ചിറക്കുന്ന സൊസൈറ്റി എന്ന് പറയുന്നത് വോൾട്ടയറിന്റെ വീടാ. എന്റെ മക്കളെ, ഈ പുസ്തകം വെറും കത്തികഥയല്ല, ഉമ്മാക്കിക്കഥയല്ല, മുട്ടത്തു വർക്കിയുടെ നോവലല്ല. ആകാശം മാറിയാലും ഭൂതലം മാറിയാലും മാറാത്ത ദൈവത്തിന്റെ വചനമാ. ഈ വചനത്തിലാ വിളിച്ചു പറയുന്നത് ഒരു മൂന്നാം ലോകമഹായുദ്ധം വരും. അത് അറബ് രാജ്യങ്ങൾ രണ്ട് ചേരിയിലാകും. എനിക്കതിനൊക്കെ പറഞ്ഞു വിരിപ്പാൻ ആഗ്രഹമുണ്ടെങ്കിലും സമയം എന്നെ അനുവദിക്കുന്നില്ല. രണ്ട് ചേരിയിലാകും. എന്നിട്ട് പറയാ, ശബ, സൗദി, യമൻ, ഖത്തർ, ഒമാൻ, കുവൈറ്റ് ആദ്യായ രാജ്യങ്ങൾ. രണ്ടാമത് പറയുന്നു ദദാൻ. ദദാൻ എന്ന് പറഞ്ഞാൽ ഏഡൻ രാജ്യത്തിന് ഭാഗത്തുള്ള അനുഗ്രഹിക്കപ്പെട്ട വിഭാഗം. അടുത്ത് പറയും തർസീസ് വർത്തകർ, അതിന്റെ പേര് ഗ്രേറ്റ് ബ്രിട്ടൻ, ഇന്നത്തെ ബ്രിട്ടൻ. അടുത്ത വാക്ക് പറയുന്നു ബാലസിംഹം. ബാലസിംഹം എന്ന് 5 രാജ്യത്തെ വിളിക്കുന്നുണ്ട്. ഈ 5 രാജ്യം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യുന്ന, ഇംഗ്ലീഷിന് വില കൊടുക്കുന്ന, ഇംഗ്ലീഷിന് സ്ഥാനം കൊടുക്കുന്ന രാജ്യങ്ങൾ 5. 1 അമേരിക്ക, 2 കാനഡ, 3 ഓസ്ട്രേലിയ, 4 ന്യൂസിലാൻഡ്, 5 ക്രൂസ് ദേശം മുതൽ ഹിന്ദു ദേശം വരെയുള്ളതിൽ പകുതി ഭാഗിച്ച് അങ്ങോട്ട് കൊടുത്തു, പകുതി ഭാഗം ഇങ്ങോട്ടെടുത്തു. അത് ഇന്ത്യ രാജ്യം. നിങ്ങൾക്കറിയാമോ, ഇന്ത്യ ഇന്ന് അമേരിക്കക്ക് സപ്പോർട്ട് ചെയ്ത് ഇസ്രായേലിനെ അനുകൂലമായി നിൽക്കാൻ കാര്യമെന്താ? ഈ ബൈബിൾ അത് പറയുന്നത് കൊണ്ടാ, ഈ ബൈബിൾ അത് പറയുന്നത് കൊണ്ടാ. ഞങ്ങൾക്കാർക്കും ഇസ്രായേലുമായി യാതൊരു ബന്ധവുമില്ല. യഹൂദന്മാർ ഞങ്ങൾക്ക് വാസ്തവത്തിൽ ശത്രുക്കളാ. കാര്യം യേശുക്രിസ്തുവിനെ അംഗീകരിക്കാത്തവരെ യഹൂദന്മാർ, യേശുക്രിസ്തുവിനെ ബന്ധമില്ലാത്തവരെ യഹൂദന്മാർ, യേശുവിനെ ക്രൂശിച്ചവർക്ക് കൂട്ടുന്നവരാ യഹൂദന്മാർ, ഇസ്രായേൽ. പക്ഷെ ഞങ്ങൾ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നവരായതുകൊണ്ടല്ല ഇത് പറയുന്നത്. ഈ
ബൈബിൾ വിളിച്ചു പറയുന്നത് സത്യമായതുകൊണ്ട് ഞങ്ങൾ ഉറക്കെ പറയുന്നു, ഇസ്രായേലിനെ തോൽപ്പിക്കാൻ ഹമാസിനെ കൊണ്ട് പറ്റത്തില്ല. ഇസ്രായേലിനെ തോൽപ്പിക്കുവാൻ ഈ ലോകത്തിലെ ഒരു രാജ്യത്തെ കൊണ്ടും പറ്റത്തില്ല. കാരണം ബൈബിൾ പറയുന്നു, ഇസ്രായേൽ തോൽക്കുന്നത് ഒരു യുദ്ധത്തിൽ മാത്രമായിരിക്കും. ഏത് യുദ്ധം എന്നറിയാമോ? ഹർമഗദ്ദോൻ യുദ്ധം. അതിലേക്ക് വരുവാൻ ഇനി മണിക്കൂറുകൾ ഞാൻ പ്രസംഗിക്കണം, അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഹർമഗദ്ദോൻ യുദ്ധം വരണം. ആ യുദ്ധത്തിന് മുമ്പ് രണ്ട് കാര്യം നടക്കണം. ഒന്ന്, ദൈവസഭ മാറ്റപ്പെടണം. രണ്ട്, ആന്റി ക്രിസ്തു ഭൂമിയെ ഭരിക്കണം. മൂന്ന്, 1000 ആണ്ട് വാഴ്ച നടക്കണം. അതിനുശേഷമായി ഒരു ഭീകരമായ യുദ്ധം നടക്കും. ആ യുദ്ധമാണ് ഹർമഗദ്ദോൻ യുദ്ധം. ആ യുദ്ധത്തില് യഹൂദൻ തോൽക്കത്തുള്ളൂ. അതുവരെ ജൂതനെ തോൽപ്പിക്കാൻ ലോകത്തിന് ഒരു രാജ്യത്തിനും കഴിയത്തില്ല എന്ന് ഞാൻ തന്റെ ഇടത്തോടെ പറയാൻ കാരണം ഈ ബൈബിൾ അത് ഉറപ്പിച്ചു പറയുന്നു. അതുകൊണ്ട് ഹമാസ് തോറ്റാലും ജയിച്ചാലും എനിക്ക് വിരോധമില്ല. ഹമാസിനെ ആരൊക്കെ സപ്പോർട്ട് ചെയ്താലും എനിക്ക് വിരോധമില്ല. ഒന്ന് ഞാൻ പറയാ, ആരെല്ലാം നോക്കിയാലും ഇസ്രായേൽ ഇന്ന് തോക്കത്തില്ല. എനിക്ക് ഇസ്രായേലുമായി മമതയുള്ളത് കൊണ്ട് പറയല്ല, ഈ ബൈബിൾ എന്നെ കൊണ്ടത് പറയിപ്പിക്കുകയാ. 3ാം ലോകമഹായുദ്ധത്തിലും ഇസ്രായേൽ തോൽക്കത്തില്ല. അമേരിക്കൻ ഭാഗം ഒരു പക്ഷം, റഷ്യൻ ഭാഗം മറുപക്ഷം, രണ്ടുകൂടി ചേർന്ന് യുദ്ധം തുടങ്ങും. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, നീ എന്തിനാ വരുന്നത്? റഷ്യയോട് ചോദിക്കുക, നീ എന്തിനാ വരുന്നത്? മറുപടിയായിട്ട് പറയാ, കൊള്ള പങ്കിടാനോ. റഷ്യയുടെ ലക്ഷ്യം എന്താണെന്നറിയാമോ? യഹൂദന് ചാവുകടല. ചാവുകടലിലെ ധാതുക്കൾ എടുത്താൽ കോടാനുകോടി വർഷം ആയുധ ശേഖരത്തിന് സംവിധാനം ഉണ്ടാക്കാൻ റഷ്യക്ക് കഴിയും. ഞാൻ അതിലേക്ക് പോകുന്നില്ല, പോകാൻ എന്റെ സമയം അനുവദിക്കുന്നില്ല. ആ ധാതുക്കൾ കണ്ടുവെച്ചുകൊണ്ട് റഷ്യ നെട്ടോട്ടമോടി ഉക്രൈനെ പിടിച്ചെടുത്ത് ഉക്രൈനിൽ സ്ഥാപനം സ്ഥാപിച്ചുകൊണ്ട് റഷ്യ ഉദ്ദേശിക്കുന്നത് ഇസ്രായേലിനെ തകർക്കാനാ. അവന്റെ 10 ദൈവം മുന്നമേ കണ്ടിട്ട് പറയാ, ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ റഷ്യയെ നിന്റെ ഒരു കളിയും നടക്കാൻ പോകുന്നില്ല, ഒരു കളിയും നടക്കാൻ പോകുന്നില്ല. ഇന്ന് ലോകത്തിലുണ്ടല്ലോ 3ാം ലോകമഹായുദ്ധത്തിന് ഞാൻ ഈ പറയപ്പെട്ട രാജ്യങ്ങൾ മുഴുവൻ ആയുധം ശേഖരിച്ചു വെച്ചിരിക്കുക, ആയുധം ശേഖരിച്ച് വെച്ചിരിക്കുക. എനിക്കത് തൊട്ടുവെച്ചു പോലും പറയാൻ സമയം അനുവദിക്കുന്നില്ല. യുദ്ധം നടക്കുന്നത് എപ്പോഴെന്ന് ബൈബിൾ പറഞ്ഞിട്ടുണ്ട്. ഇരമ്യാ പ്രവചനം 31-ാം അധ്യായം അതിന് 10-ാം വാക്യം വായിക്കുമ്പോൾ, ഇസ്രായേൽ ചിതറിപ്പോയ രാജ്യങ്ങളിൽ നിന്നും മടങ്ങി വന്ന് തങ്ങളുടെ രാഷ്ട്രം സ്ഥാപിച്ച ശേഷം എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാമെന്ന് ബൈബിൾ പറഞ്ഞിരിക്കുക. അതുപോലെ യെഹെസ്കേൽ പ്രവചനം 37-ന്റെ 1 മുതൽ 14 വരെ വായിക്കുമ്പോൾ, ഉണങ്ങി അസ്ഥിയായ യഹൂദൻ യോജിച്ച് ഒരു ശക്തിയായി തീരുമ്പോൾ ഈ 3ാം ലോകമഹായുദ്ധത്തിന് ആക്കം കുറിക്കുവാൻ സാധ്യതയെന്ന് ബൈബിൾ സൂചിപ്പിച്ചു. യെഹെസ്കേൽ പ്രവചനം 38-ന്റെ 10, 11, 12 വായിക്കുമ്പോൾ, ഇസ്രായേൽ ഒരു സാമ്പത്തിക ശക്തിയായി, ഒരു സാമൂഹിക ശക്തിയായി, ഒരു ആയുധ ശേഖര ശക്തിയായി വർദ്ധിച്ചു കഴിയുമ്പോൾ യുദ്ധം നടക്കുവാൻ സാധ്യതയുണ്ടെന്ന് ബൈബിൾ പറഞ്ഞു. യെഹെസ്കേൽ പ്രവചനം 38-ന്റെ 7 വായിക്കുമ്പോൾ, റഷ്യ ഒരു വൻ ശക്തിയായി മാറിക്കഴിയുമ്പോൾ 3ാം ലോകമഹായുദ്ധത്തിന് സാഹചര്യം ഒരുങ്ങുമെന്ന് ബൈബിൾ പറയുന്നു. യെഹെസ്കേൽ പ്രവചനം 38-ന്റെ 12, 13, 14 വാക്യം വായിക്കുമ്പോൾ അവിടെ പറയുന്നു, ഇസ്രായേൽ നിർഭയം വസിക്കുന്ന ഒരു കാലം വരുമ്പോൾ ഈ യുദ്ധം നടക്കുവാൻ സാധ്യതയുണ്ട്. യെഹെസ്കേൽ പ്രവചനം 38-ന്റെ 16 വായിക്കുമ്പോൾ, വ്യോമാക്രമണ യുദ്ധവിമാനങ്ങൾ ലോകത്തിൽ നിലവിൽ വരുമ്പോൾ യുദ്ധം നടക്കുമെന്ന് ബൈബിൾ പറയുന്നു. നിങ്ങൾക്കറിയാമോ, ഇനി വരാൻ പോകുന്ന യുദ്ധം 1ാം ലോകമഹായുദ്ധം പോലെയല്ല. 1ാം ലോകമഹായുദ്ധത്തിന് യന്ത്രത്തോക്ക് ലോകം കണ്ടു. 2ാം ലോകമഹായുദ്ധത്തിന് അണുവായുധം അഥവാ ഈ ലോകത്തിൽ ആദ്യമായി ആറ്റം ബോംബ് ലോകം കണ്ടു. എന്നാൽ 3ാം ലോകമഹായുദ്ധത്തിന് വരാൻ പോകുന്ന യുദ്ധമുറകൾ വിശുദ്ധ ബൈബിളിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. സമയമില്ലാത്തതുകൊണ്ട് തൊട്ടുവെച്ച് പറയാ, യെഹെസ്കേൽ പ്രവചനം 39, 14, 15 വാക്യങ്ങളിൽ അണുവായുധം, രാസായുധം ഇവ വെച്ചുള്ള യുദ്ധമായിരിക്കും 3ാം ലോകമഹായുദ്ധത്തിൽ ഒന്നാമതുണ്ടാകുന്നത്. 2 യെഹെസ്കേൽ പ്രവചനം 38 അതിന് 5 മുതൽ 6 വരെ വായിക്കുമ്പോൾ, അക്കാലത്തുണ്ടാകുന്ന യുദ്ധം യുദ്ധവിമാനങ്ങളിൽ കൂടി ഉണ്ടാകുന്ന ഭീകരമായ യുദ്ധം ആയിരിക്കും. അത് മാത്രമല്ല, വിശുദ്ധ സക്രിയ പ്രവചനം 14-ാം അധ്യായം 12, 13 വാക്യം വായിക്കുമ്പോൾ, അണുവാ
സൂചിപ്പിക്കുന്നു. യോവേൽ പ്രവചനം 2-ാം അധ്യായം 1 മുതൽ 9 വരെ വായിക്കുമ്പോൾ രാസായുധ യുദ്ധം നടക്കുമെന്ന് ബൈബിൾ പറയുന്നു. എന്ന് പറഞ്ഞാൽ നാം ചിന്തിക്കാത്ത, നിരൂപിക്കാത്ത യുദ്ധ വിവരമായിരിക്കും ഈ ലോകത്തിൽ 3 ലോകമഹായുദ്ധത്താൽ സംഭവിക്കാൻ പോകുന്നത്. ബൈബിൾ പറയുന്നു, ലക്ഷ്യം പിഴയ്ക്കാതെ ഉന്നത്തിൽ പായുന്ന മിസൈൽ അയച്ചുള്ള യുദ്ധമായിരിക്കും 3 ലോകമഹായുദ്ധത്തിൽ. ബൈബിൾ പറയുന്നു, അവർ മുകളിലേക്ക് ചാടുന്നു, ആയുധങ്ങൾ തുറിച്ചു ചാടുന്നു, ലക്ഷ്യസ്ഥാനത്ത് എന്ന് മതിക്കുന്നു. ഇത് രാസായുധ യുദ്ധം, ആണവായുധ യുദ്ധം, അത് മാത്രമല്ല ലക്ഷ്യം പിഴയ്ക്കാതെ പായുന്ന മിസൈൽ യുദ്ധം. തീർന്നില്ല. വിശുദ്ധ ബൈബിൾ പറയുന്നു, ആ കാലത്ത് വരാൻ പോകുന്ന യുദ്ധമാ ജൈവായുധ യുദ്ധം. എന്താ ജൈവായുധ യുദ്ധം എന്ന് പറഞ്ഞാൽ? നോക്കി നിൽക്കുമ്പോൾ നിൽക്കുന്നിപ്പിൽ ദേഹം മൊത്തം ചൊറിയും, ദേഹം മൊത്തം ചൊറിയും, ദേഹം വിണ്ടുകീറും, ശരീരം പഴുക്കും. നിമിഷ നേരം കൊണ്ട് മാംസങ്ങൾ അഴുകി വീഴും, നാവുകൾ പിഴുതുപോകും. മക്കളെ, ആരോഗ്യമുള്ളവൻ ദിക്കിനിപ്പിൽ താഴെ വീഴുന്ന യുദ്ധങ്ങള് ഈ ലോകത്തിൽ വരാൻ പോകുക. തീർന്നില്ല. ബൈബിൾ പറയുന്നു, ലേസർ രശ്മി കൊണ്ടുള്ള യുദ്ധം ഇവിടെ നടക്കാൻ പോകുക. ഞാൻ ഈ ഭാഗങ്ങൾ പറഞ്ഞ് വിവരിക്കുവാൻ സമയമെടുക്കുന്നില്ല. ഈ യുദ്ധങ്ങൾ നടക്കുവാൻ ലോകം ഒരുങ്ങി തുടങ്ങി, ലോകം ഒരുങ്ങി തുടങ്ങി. അമേരിക്കയുടെ ഭാഗം അതിനുവേണ്ടി ഒരുക്കം കഴിഞ്ഞു, റഷ്യയുടെ ഭാഗം ഒരുക്കം കഴിഞ്ഞു. ഇന്ത്യയും അമേരിക്കയും ഒരു ഭാഗത്തേക്ക് ചേരുക, അത് ചേക്കേറ്റ തുടങ്ങി. റഷ്യയോട് ചേർന്ന് ഇറാനും അറബ് രാജ്യത്തിൽ പകുതിയും ചേർന്ന് കഴിഞ്ഞു. ഏത് സമയത്തും ഈ യുദ്ധത്തിന്റെ പുറപ്പാട് ആരംഭിക്കാം. പക്ഷെ അതിന് കാര്യം പറയാം, ആ യുദ്ധം നടക്കുമുണ്ട്, 3 ലോകമഹായുദ്ധം നടക്കുമുണ്ട്. വിശുദ്ധന്മാർ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടണം, വിശുദ്ധന്മാർ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടണം. ആ വിശുദ്ധ ഗണത്തിലകപ്പെടുവാൻ നിന്നെയും സ്വാഗതം ചെയ്യുന്നു, നിന്നെയും വിളിക്കുന്നു. ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ രാജാവിന്റെ കത്തുമായിട്ട് ഞങ്ങൾ നിൽക്കുന്നത്. ഈ കത്ത് താമസിക്കാൻ വരുവാൻ കാരണം ഒരു മഹായുദ്ധം വരുന്നു, ഒരു മഹായുദ്ധം വരുന്നു. ആ യുദ്ധത്തിന് മുമ്പ് യേശുവിനെ സ്വീകരിക്കാൻ ദൈവ കുഞ്ഞായി നിന്നെ കൊടുക്കേ. യേശുവിന്റെ ജനനം ആഘോഷിക്കുന്ന കുഞ്ഞെ, യേശു ജനിച്ചത് കൊണ്ട് മദ്യപിച്ച് പേക്കുത്ത് കാണിച്ച് നൃത്തമാടി തുള്ളിച്ചാട് നടന്ന പോരാ. യേശു നിന്നിൽ ജനിക്കട്ടെ, യേശു നിന്നിൽ ജനിക്കട്ടെ. നിന്നെ കണ്ടവൻ നിന്നിൽ കൂടി ക്രിസ്തുവിനെ കാണട്ടെ. മഹാത്മാഗാന്ധിജി ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, ഞാൻ ക്രിസ്ത്യാനിയെ വെറുക്കുന്നു, ക്രിസ്തുവിനെ സ്നേഹിക്കുന്നു. എന്താ കാര്യം? മഹാത്മാഗാന്ധി നോക്കിയപ്പോൾ ക്രിസ്ത്യാനിയിൽ ക്രിസ്തു ഇല്ല. ഇന്ന് രാത്രി ഞാനും പറയട്ടെ, നിന്റെ പേരിൽ ക്രിസ്ത്യാനിയുണ്ട്, നിന്റെ പേരിൽ ക്രിസ്തു എന്ന വാക്കുണ്ട്, നിന്നിൽ ക്രിസ്തു ഉണ്ടോ? ഇന്ന് രാത്രി യേശു ക്രിസ്തുവിനെ ദൈവമായി സ്വീകരിക്കേ, യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി ഏറ്റെടുക്കേ. ഒന്നുകൊടുത്തെന്ന് പറയാ, ലോകത്തിൽ നിന്റെ പാപത്തെ മോചിപ്പിക്കുവാൻ കഴിയുന്ന ഒരു രക്ഷകനുണ്ടെങ്കിൽ അത് യേശു മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈ പരസ്യ സ്ഥലത്ത് ബൈബിൾ വാക്യം ഉറക്കം വിളിച്ച് ഞാൻ പറയുന്നു, മറ്റൊരുത്തരിലും രക്ഷ ഇല്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യർക്കിടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം യേശു എന്ന നാമം മാത്രം. ആ നാമത്തെ ഇന്ന് രാത്രി നീ ഏറ്റെടുക്കുക. യേശു നിന്റെ കുടുംബത്തെ രക്ഷിക്കും, യേശു നിന്റെ കുടുംബത്തിൽ നന്മ ചെയ്യും, നിന്നിൽ നിത്യജീവൻ തരും. ഈ ക്രിസ്തുവായി ഈ കൺവെൻഷന്റെ 2ാമത്തെ രാത്രി മടങ്ങിപ്പോകുവാൻ കൃപ ചെയ്യട്ടെ. ഒരു നിമിഷം എല്ലാ പ്രിയപ്പെട്ടവരും എഴുന്നേറ്റാട്ടെ, എല്ലാ പ്രിയപ്പെട്ടവരും ഒരു നിമിഷം എഴുന്നേറ്റാട്ടെ. എന്റെ പ്രസംഗത്തിന്റെ ഒരു ഭാഗം പോലും ഞാൻ പ്രസംഗിച്ചിട്ടില്ല. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നു, ഒരു മഹായുദ്ധം ലോകത്തിന് മുൻപിൽ വരാൻ പോകുന്നു. ആ യുദ്ധം വരും മുൻപേ കർത്താവായ യേശു തന്റെ മക്കളെ ചേർക്കുവാൻ വീണ്ടും വരും. ആ വരവിൽ നീ കൈവിടപ്പെട്ടു പോകരുത്, നീ തള്ളപ്പെട്ടു പോകരുത്. യേശുവിന്റെ കർത്താവായി സ്വീകരിക്കേ. നിന്റെ അടുത്ത് എവിടെ
യേശുവിനെ ആരാധിക്കുന്ന ദൈവസഭയുണ്ടോ? ആ സഭയിൽ പോയി ദൈവത്തെ നീ ആരാധിക്കേ. ഇവിടെ ബെഥേൽ ഗോസ്പൽ മിനിസ്ട്രി എന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട സഭ നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏവർക്കും സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ സഭയിൽ വന്ന് ആരാധിക്കാം, ദൈവവചനം കേൾക്കാം, വചനത്തിൽ നിറയാം. യേശുവിന്റെ വരവ് വരെ വിശുദ്ധിയോടെ ജീവിക്കാം. എന്റെ സ്വന്തം സ്ഥലം എറണാകുളം ജില്ലയാ. ഞാൻ ട്രിവാൻഡ്രത്ത് താമസമായിട്ട് 30 വർഷമായി. ഇവിടെ തൊട്ടടുത്ത് തന്നെ ഞാൻ താമസിക്കുമ്പോൾ പോത്തൻകോട് ടൗണിൽ ഞാൻ വീട് വെച്ച് താമസിക്കുക. നിങ്ങൾ ഏത് സമയത്ത് വിളിച്ചാലും വചനത്തിൽ ഞാൻ പഠിപ്പിച്ച ഭാഗത്തുനിന്ന് വചനത്തിന് നിറവായി സത്യം വിളിച്ചു പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. വിശുദ്ധിയിൽ ജീവിക്കേ, സത്യത്തിനായി ജീവിക്കേ, ക്രിസ്തുവിനായി ജീവിക്കേ. ഈ വചനത്താൽ ദൈവം നമ്മെ അനുഗ്രഹിച്ചു കാക്കട്ടെ. നിങ്ങൾക്ക് ഏവർക്കും ഒരു പുതുവർഷ ആശംസകളും ക്രിസ്തു നിങ്ങളിൽ ജനിക്കുന്ന ക്രിസ്തുമസും ക്രിസ്തു നിങ്ങളിൽ ജനിക്കുന്ന ഒരു ക്രിസ്തുമസുമായി ഈ കാലഘട്ടം മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ഈ കുഞ്ഞുങ്ങളോട് ചേർന്ന് ഒന്ന് പാടാം, ദൈവത്തെ ആരാധിക്കാം.
കഷ്ടങ്ങളിൽ സാരമില്ല, എന്റെ കണ്ണുനീർ സാരമില്ല. നിത്യതേജസ്സിൽ ഞാനോ ചേരുമ്പോൾ കൊടിവേറ്റേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, എന്റെ കണ്ണുനീർ സാരമില്ല, കഷ്ടങ്ങൾ സാരമില്ല, എന്റെ കണ്ണുനീർ സാരമില്ല. ഒരു പാപ പരിഹാരകനുണ്ടെങ്കിൽ, ഒരു പാപമോചകനുണ്ടെങ്കിൽ, പാപക്ഷമകനുണ്ടെങ്കിൽ, പാപത്തെ മാറ്റുവാൻ കഴിയുന്ന പരിഹാരകനുണ്ടെങ്കിൽ അവന്റെ പേരാണ് യേശു. അവനൊപ്പം പറയാൻ ഒരാളില്ല, അവനെപ്പോൾ ആരാധ്യനാരുമില്ല. ഇന്ന് രാത്രി യേശു മതത്തിന്റെ ദൈവമല്ല, യേശു ജാതിയുടെ ദൈവമല്ല, യേശു സകലർക്കും ദൈവമാണ്. യേശുവിനെ ദൈവമായി കർത്താവായി അംഗീകരിക്ക്. യേശുവിന്റെ കുഞ്ഞായി നീ ജീവിതം മുമ്പോട്ട് നയിക്ക്. ലോകമെമ്പാടും ക്രിസ്തുമസ് ആഘോഷിക്കുന്ന ഈ ദിവസം നീ ഒരു ക്രിസ്തുമസ് ആഘോഷിക്കുന്ന വ്യക്തിയെ മാറാതെ നിന്നിൽ ക്രിസ്തു ജനിക്കുന്ന ദിവസമായി മാറട്ടെ. നീ ക്രിസ്തുവിന്റെ കുഞ്ഞായി മാറ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിൽ നിത്യരക്ഷ സൗജന്യമായി നൽകിക്കൊണ്ട് ആ രക്ഷയെ കരസ്ഥമാക്കുവാൻ ക്ഷണിച്ചുകൊണ്ട് എന്റെ വാക്കിന് വിരാമം കുറിക്കുന്നു. ഇതിന് വേദിയൊരുക്കിയ ഈ സഭയോടും അനുഗ്രഹീത മക്കളോടും ഈ ദേശത്തോടും നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സന്തോഷമുള്ളവർ ആ കരമടിച്ച ദൈവത്തെ സ്തുതിച്ചാട്ടെ.